എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം കൊടുത്ത് വായിക്കണം. ഞങ്ങളുടെ സുവിശേഷ വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. കർത്താവ് വളരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വചനം പറയുന്ന പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അവൻ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, അത് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ ആമേൻ ആമേൻ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ആമേൻ. വിശ്വസിക്കുന്ന നമ്മളിൽ അത് വ്യാപരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വചനമാകുന്ന ഈ ചിന്തയിൽ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ദൈവത്തിന്റെ വചനം ദൈവമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആമേൻ. വചനം ജഡമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യരുടെ ഇടയിൽ പാർത്തു എന്നൊക്കെ നമ്മളത് കേട്ടു. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവവചനം ഇവിടെ യേശു കർത്താവ് ശുശ്രൂഷിച്ചപ്പോൾ, യേശു കർത്താവ് പ്രസംഗിച്ചപ്പോൾ, യേശു കർത്താവ് നടന്നപ്പോൾ അതൊരു വചനമായി തന്നെ ഹല്ലേലൂയ അവർക്ക് അത് അനുഭവിച്ചു. കാരണം വചനമാണ് അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അവൻ ദൈവവചനത്തിന്റെ ശക്തി അവരനുഭവിച്ചു, ദൈവവചനത്തിന്റെ സാന്നിധ്യം അവരനുഭവിച്ചു, ദൈവവചനത്തിന്റെ സ്വാതന്ത്ര്യം അവരനുഭവിച്ചു. അവൻ ദൈവവചനത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ നടക്കും അതൊക്കെ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് അവരുടെയൊക്കെ വഴികൾക്കകത്ത് അത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് അത് തിരിച്ചറിയാൻ എളുപ്പമായിരുന്നു. ആമേൻ. എന്നാൽ പിൻകാലത്ത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ അവർ വചനമായി ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ നടുവിലും അവർ സുവിശേഷിച്ച അല്ലെങ്കിൽ അവർ പ്രസംഗിച്ച ദൈവവചനത്തിനകത്ത് ആ ദൈവശക്തി അഥവാ ദൈവവചനമായി തന്നെ അന്നുണ്ടായിരുന്ന തെസ്സലോനിക്കർ ഏറ്റുകൊണ്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഒരു സാക്ഷ്യം പറയുന്നത് പോലെ അവിടെ പറയുകയാണ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇത് സാധാരണ ഒരു പ്രസംഗമായി അല്ല പൗലോസ് അപ്പോസ്തലന്റെ വചനം കേട്ടത്, അത് ദൈവവചനമായി തന്നെ അവർ ഉൾക്കൊണ്ടു. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ദൈവവചനം അത് ഉൾക്കൊള്ളേണ്ടത് അത് സാക്ഷാൽ ദൈവവചനമായി നമ്മുടെ അകത്തത് ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. നമ്മൾ വൃഥാവായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നു, പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുന്നു. വൃഥാവായി നാം ദൈവസന്നിധിയിൽ കയറിയിരിക്കരുത്. വൃഥാവായി അവന്റെ നാമം എടുക്കരുത്. വൃഥാവായി ആരാധന കൂടരുത്. ഞാൻ വചനം കേൾക്കുന്നത് വൃഥാവായി കേൾക്കരുത്. ഞാൻ കേൾക്കുന്നെങ്കിൽ, ഞാൻ പാടുന്നെങ്കിൽ, ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ, വചനം ധ്യാനിക്കുന്നെങ്കിൽ അത് സാക്ഷാൽ ദൈവവചനമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനെ വായിക്കുകയും അതിനെ ഗ്രഹിക്കുകയും അതിനെ പാടുകയും ആരാധിക്കുകയും ചെയ്യണം. കാരണം ദൈവമാണ് ദൈവവചനം. ഹല്ലേലൂയ. ഞാൻ നല്ലതുപോലെ വിശ്വസിക്കുന്നു. കാരണം വചനത്തിന് ബന്ധനമില്ല. ദൈവത്തെ ബന്ധിക്കാൻ ഒരിക്കലും ഒരാൾക്കും കഴിയത്തില്ല. വചനത്തിന് ദ്രവത്വമില്ല. അതിനെ ദ്രവിപ്പിക്കാൻ ഒരു മനുഷ്യനോ ഒരു ശക്തിക്കോ കഴിയത്തില്ല. അത് സാക്ഷാൽ ദൈവവചനമാകയാൽ അവന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ കഴിയാത്തതാകയാൽ ആ വചനത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പറയട്ടെ, ഈ വചനം സാക്ഷാലായി ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ, നിങ്ങളെ രോഗങ്ങൾക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയത്തേ ഇല്ല. കാരണം രോഗം വന്നെന്ന് വരാം, പക്ഷെ നിങ്ങളെ രോഗം പരാജയപ്പെടുത്തത്തില്ല. രോഗസൗഖ്യമായിട്ട് ഈ സാക്ഷാൽ വചനമായി ഏറ്റെടുത്താൽ അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരൂ. അതുകൊണ്ട് പൗലോസ് ആദ്യം പറയുകയാണ്, ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ സുവിശേഷം അത് വചനമായിട്ട് മാത്രമല്ല നിങ്ങളുടെ അടുക്കൽ വന്നത്. നോക്ക്, ഇത് ശ്രദ്ധിച്ച് കേൾക്ക്. ഹല്ലേലൂയ. ഞങ്ങളുടെ വചനം, ഞങ്ങളുടെ സുവിശേഷം ഒരു വചനമായിട്ടല്ല വന്നേ. പിന്നെയോ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്? വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹു നിശ്ചയത്തോടും കൂടിയായിരുന്നു വന്നത്. ആ വചനം ഒന്ന് നമ്മൾ അടിവരയിട്ട് ഹൃദയത്തിൽ കുറിക്കണം. ഞങ്ങൾ
ഞങ്ങളുടെ വചനം അഥവാ യേശുവാകുന്ന വചനം അമ്മ ഞങ്ങൾ പ്രസംഗിച്ചത് അഥവാ പൗലോസ് അപ്പസ്തോലന്മാർ പഴയ പിതാക്കന്മാർ അമ്മ പ്രസംഗിച്ചത് അമ്മ വെറുതെ അല്ല. ആമേൻ ആമേൻ. അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു, അവര് വചനം പ്രസംഗിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അവൻ കേൾക്കുന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതാ ഇപ്പുറത്ത് പറഞ്ഞത്, അവൻ വെറുതെ സാക്ഷാൽ അവർ വചനമായി തന്നെ വിശ്വസിച്ചു. അവൻ കേൾക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളിൽ എന്തൊക്കെയോ സംഭവിക്കും. ഞങ്ങളിൽ എന്തൊക്കെയോ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയുന്നു, ഈ വചനം കേൾക്കുന്ന, ഈ വചനം പ്രസംഗിക്കുന്ന എനിക്കും ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കാൻ സമയമായി. ഹല്ലേലൂയ. ഇത് സാക്ഷാൽ വചനമായി വിശ്വസിക്കുകയാണ് എങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് സാക്ഷാൽ വചനമായി വിശ്വസിക്കുന്നു എങ്കിൽ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരുവാനായിട്ട് ഇടവരും. ആമേൻ 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 ആമേൻ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാൽ ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല. അപ്പോസ്തല പ്രവൃത്തി 8 പറയുന്നത് എങ്ങനെയാണ്, ചിലർ ഈ വചനം അങ്ങ് പ്രസംഗിച്ച് നടന്നു, പക്ഷെ ഫിലിപ്പോസോ ക്രിസ്തുവിനെ സുവിശേഷിച്ചു. എന്നുവെച്ചാൽ ദൈവവചനം യാഥാർത്ഥ്യമായി യേശു ക്രിസ്തുവിനെ അടയാള സഹിതം അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ആ വചനത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുത്തി കൊടുത്തു. ഇതാണ് ഒരു ദൈവിക പ്രസംഗം നടക്കുമ്പോൾ സംഭവിക്കേണ്ടത്. അമ്മ പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അമ്മൻ അങ്ങ് വിശ്വസിക്കാൻ അത്ര പോരുന്നു. ഞാൻ ഇച്ചിരി കൂടെ പറഞ്ഞു, യേശുവിനെ തന്നെ മുമ്പിൽ നിർത്തി ഞാൻ പറയാം. ഹല്ലേലൂയ. അമ്മൻ ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം വലിയ ശക്തി ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയം ഉണ്ടായിരുന്നു. ഇത് ഈ വചനമാകുന്ന യേശുവിനെ നമ്മൾ എടുത്തൊന്ന് നോക്കാം. യേശുവിനെ എടുത്തൊന്ന് നോക്കാം. യേശു വചനമായിട്ട് പോകുമ്പോൾ വചനം യേശുവിന്റെ അകത്തുനിന്ന് ശക്തി പുറപ്പെട്ടു. ആമേൻ. യേശുവിന്റെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. യേശു പോകുന്നിടത്ത് ശക്തി പുറപ്പെട്ടു. അവന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ആ വാക്ക് പറയുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി. ആ വാക്ക് പറഞ്ഞപ്പോൾ യേശു അടുത്തൂടെ പോയപ്പോൾ ശക്തി പുറപ്പെട്ട് രോഗികൾ സൗഖ്യമായി. ആമേൻ. ഹല്ലേലൂയ. മനസ്സിലായില്ല? ഹല്ലേലൂയ. ആമേൻ. മക്കളെ, ദൈവം വചനമായിട്ട് പോകുകയാണെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. ആമേൻ. വചനമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെ അത്ഭുതം നടക്കും. ആമേൻ. വചനമായിട്ട് ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ അത് ജീവൻ വിളിച്ചു വരുത്തും. ആമേൻ ആമേൻ. എന്റെ വചനം ജീവനുള്ളതാണെന്ന് ബൈബിൾ പറയുന്നു. ജീവനും ചൈതന്യമുള്ളതാണെന്ന് വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനം എന്താണോ എനിക്ക് ആവശ്യം, ഞാൻ അതുപോലെ അതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ എന്റെ ആവശ്യങ്ങളിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് വചനത്തിന്റെ കറ കൂടാതെ, കളങ്കം കൂടാതെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ വചനം അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ 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 ആമേൻ. വചനം കഴുകേണ്ടടുത്ത് വചനം കഴുകും. വചനം ശുദ്ധീകരിക്കേണ്ടടുത്ത് വചനം ശുദ്ധീകരിക്കും. വചനം ചെത്തി വെടിപ്പാക്കേണ്ടടുത്ത് വചനം ചെത്തി വെടിപ്പാക്കും. വചനം വേർതിരിക്കേണ്ടടുത്ത് വചനം വേർതിരിക്കും. വചനം അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നത് അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. ഈ വചനം മറ്റൊരു സ്ഥലത്ത് പറയുന്നു, മരിച്ചവതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ഈ വചനത്തിന് കഴിയും. ഹല്ലേലൂയ. ഇത്രയും പോലെ ഞാൻ വിശ്വസിക്കുന്നു, ഇന്നത്തെ ഈ വചന പ്രസംഗത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ ആമേൻ. കാരണം ഈ വചനം സാക്ഷാലായി നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരണം. ഹല്ലേലൂയ. ഈ വചനം യേശു എങ്ങനെ ശമരിയയുടെ പട്ടണത്തിൽ നടന്നു, അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക്, പട്ടണത്തിലേക്ക് ഇറങ്ങി വരണം. നമ്മുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണം. ഈ വചനം എങ്ങനെ രക്തസ്രാവക്കാരിയുടെ സ്ത്രീയുടെ അടുക്കിലേക്ക് പോയോ, അതുപോലെ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരണം. ഈ വചനം എങ്ങനെ ബാധിച്ചവന്റെ അടുക്കലേക്ക് പോയോ, അതുപോലെ ഈ വചനം സാക്ഷാലായി നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരണം. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ വചനമായിട്ട് മാത്രമല്ല, ഇത് ശക്തിയായിട്ട് ഇറങ്ങി വരണം. വചനം ശക്തിയോടെ ഇറങ്ങി വരണം. വചനം അത്ഭുതമായി ഇറങ്ങി വരണം. വചനം അടയാളമായി ഇറങ്ങി വരണം. നമുക്ക് രോഗം വരുന്നുണ്ട്, എനിക്കും രോഗം വരുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഈ വചന രോഗസൗഖ്യമായി എന്റെ അടുത്തേക്ക് സാക്ഷാൽ രോഗസൗഖ്യമായി. ആമേൻ ആമേൻ ആമേൻ. യേശു കർത്താവ്, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാകുന്നു. സാക്ഷാൽ. ആമേൻ ആമേൻ ആമേൻ. അതിന് മായമില്ല. ആമേൻ. ഇതിന് ബന്ധനമില്ല, മായമില്ല. ആമേൻ 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 ആമേൻ. സംഗീതക്കാരൻ പറഞ്ഞു, എന്റെ വചനം അതിവേഗത്തിൽ ഓടുന്നു. ആമേൻ ആമേൻ. അത്ര സ്പീഡിൽ എന്റെ അടുക്കലേക്ക് വരുന്നു ഞാൻ വിശ്വസിക്കും. ആമേൻ ആമേൻ. വചനം ദൂരത്തിൽ, ആവർത്തന പുസ്തകം പറഞ്ഞ ഈ വചനം നമ്മുടെ ദൂരത്തല്ല. ആമേൻ ആമേൻ. കടലിന് അക്കരയല്ല. ആമേൻ. മറ്റെവിടെയെങ്കിലും അല്ല, എന്റെ ഹൃദയത്തിലും എന്റെ വായിൽ നാവിന്മേലും ഇരിക്കുന്നു. അപ്പോൾ എന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവവചനം സാക്ഷാലാകുന്നുവെങ്കിൽ
അമ്മ മനസ്സിലായില്ല മക്കളെ? ഹാലലൂയ. ഇച്ചിരി കൂടെ കട്ടിയുള്ള വിഷയം ഇതെടുത്തത്. ഹാലലൂയ. ഈ വചന സാക്ഷാലായി എന്റെ അകത്ത് നിറയുമ്പോൾ അവൻ പഴയ കാലഘട്ടത്തിൽ എങ്ങനെ അവർ വചനത്തെ സ്വീകരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. സഭ പണിയപ്പെട്ടു. സഭയിൽ ആത്മാക്കൾ ഉയർത്തപ്പെട്ടു. മരിച്ചവർ എഴുന്നേൽക്കപ്പെട്ടു. ഇതുപോലെ ഞാൻ അതിനെ ഏറ്റെടുക്കുമ്പോൾ പണ്ടകാലത്ത് യഹൂദന്മാർക്ക് ഇത് സ്വീകരിക്കാൻ പറ്റില്ല യേശുവിനെ. പക്ഷേ കുറച്ചുപേർ അതിനെ ഏറ്റെടുത്തു. അവരുടെ ജീവിതത്തിൽ മിറക്കിളായിരുന്നു. അവരുടെ ഇല്ലായ്മ വന്നില്ലെന്നല്ല, വരുമ്പോഴും അതിനകത്ത് ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു. അവർക്ക് രോഗം വന്നില്ലെന്നല്ല, വന്നപ്പോഴും യേശു കർത്താവ് അവരെ സൗഖ്യമാക്കി. പ്രാർത്ഥിക്കുന്ന കുടുംബം പത്രോസിന്റെ. പക്ഷേ യേശുവിനോട് കൂടെ നടക്കുന്ന പത്രോസിന്റെ കുടുംബം. പക്ഷെ പത്രോസിന്റെ അമ്മായിയമ്മയ്ക്ക് പനി പിടിച്ച് കഠിന ജ്വരത്താൽ ഭാരപ്പെട്ട് കിടക്കുമ്പോ യേശു അവിടെ കയറി വന്ന് ആ പനിയുടെ ജ്വരത്തെ ശാസിച്ചു. അവനവിടെ സൗഖ്യം പകർന്നു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനെ ദൂത് പറയുന്നു, ഈ വചനം സാക്ഷാലായി ഇറങ്ങി വന്നാൽ ദൈവ വചനമായി തന്നെ നമ്മുടെ നടുക്കിലേക്ക് വന്നാൽ ആ വചനം ആന്തരിക അവയവങ്ങളുടെ രോഗശക്തികളെ ഇന്ന് പകൽ സൗഖ്യമാക്കുകയാണ്. ശക്തിയോട് അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടെ കയറി വരാം. അടുത്ത് പറയണം, ബഹു നിശ്ചയത്തോടും കൂടെ. അവർക്ക് ഒരു സംശയമില്ല. പൗലോസ് അപ്പോസ്തലന് ഒരു സംശയമില്ല, ഈ വചനം പറഞ്ഞ അത്ഭുതം നടക്കും. ഇത് സാക്ഷാൽ വചന. ഒരു സംശയമില്ല. യേശുവാണോ അല്ലയോ സംശയമില്ല. തോമസ് അപ്പോസ്തലനെ പോലെ സംശയമില്ല. തോമസ് അപ്പോസ്തലന് സംശയമുണ്ട്. എന്റെ അവന്റെ ഞാനിപ്പോഴത്തെ കരം കണ്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ചിലർ പറയും അത്ഭുതം നടന്നാലേ ഞാൻ ദൈവത്തെ സ്വീകരിക്കത്തുള്ളൂ. ചിലർ പറയുന്ന അങ്ങനെ, അത്ഭുതം കണ്ടാലേ ഞാൻ ദൈവത്തെ സ്വീകരിക്കും. ഇങ്ങനല്ല. യേശു കൊണ്ട് എന്റെ ദൈവവചനം എന്റെ കൂടെ ഉണ്ട്. ദൈവവചനം അത് സാക്ഷാൽ ദൈവവചനമായി, അത് ജീവന്റെ അപ്പമായി, അത് തകർത്തെടുത്ത് ഉയർത്തുന്നതായി, അത് മരിച്ചവരെ ജീവിപ്പിക്കുന്നതായി, അത് രോഗികളെ സൗഖ്യമാക്കുന്നതായി, അത് ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതായി, തകർന്നു കിടക്കുന്ന കുടുംബത്തെ പണിയുന്നതിനായി, ശാപം പിടിക്കപ്പെട്ടവരെ ശാപത്തിൽ നിന്ന് മോചനം വരുത്തുന്നതായി ഈ വചനത്തെ ഞാൻ സാക്ഷാലാൽ ഞാൻ കേൾക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി സ്റ്റാച്ചുകളുണ്ട്. മരിച്ചുപോയ നാളെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ഒത്തിരി ഉണ്ട്. അതിനെ കാണുമ്പോൾ നമ്മൾ തോന്നിക്കുന്ന മഹാത്മാഗാന്ധി. പക്ഷെ അതിന് ജീവനില്ല. സാക്ഷാൽ മഹാത്മാഗാന്ധി അല്ല, അതൊരു പ്രതിമയാണ്. പക്ഷെ ജീവനുള്ള മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ആ ജീവനുള്ളത് പോലെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പറയുന്നു, ആ ജീവനുള്ളത് പോലെ നമുക്ക് കാണാൻ പറ്റിയ, മനസ്സിലായി, യേശുവിനെ, ദൈവവചനത്തെ യേശു എങ്ങനെ തന്റെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ ദൈവമക്കളുടെ കൂടെ നടന്നോ, ആ സാഹചര്യത്തിൽ എന്ത് യേശു ചെയ്തോ അതുപോലെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ മനസ്സിലായി തുടങ്ങി. ഈ വചനം ഞാൻ ഇങ്ങനെ പറയുന്നു, യേശു കർത്താവ് സഭയെ കുറിച്ചുള്ള ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, 7 വിളക്കുകളുടെ നടുവിൽ അവൻ ഉലാവിക്കൊണ്ടിരുന്നു. എന്നുവെച്ചാൽ സഭയുടെ നടുവിൽ അവൻ ഉലാവി നടന്നുകൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വചനം ദൈവമക്കളെ നിങ്ങളുടെ അടുക്കൽ ജീവനായി യേശുവായി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയാൽ, അവൻ യേശു നിങ്ങളെ തൊടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, നിങ്ങൾ യേശു നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് അതിനെ വിശ്വസിക്കാൻ പറ്റിയാൽ, അതിനെ വിശ്വസിക്കാൻ പറ്റിയാൽ, വെറുതെ ഒരു കേൾവിക്കാരനല്ല, വെറുതെ ഒരു പ്രസംഗം കേൾക്കുകയല്ല, അതിനെ യാഥാർത്ഥ്യമായി സാക്ഷാലായി അനുഭവിക്കാൻ പറ്റിയാൽ, ഇതൊരു തമാശയല്ല. ഇത് വെറുതെ വന്നൊരു പ്രസംഗം കേൾക്കുകയല്ല. ഇതിനകത്ത് സാക്ഷാലാകുന്ന യേശു എന്നെ തൊടുമേ എന്ന് തിരിച്ചറിയുന്നവർ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. അവൻ എന്നെ തൊട്ടു എന്ന്, എന്റെ അരികിൽ ഉണ്ടായെന്ന് മനസ്സിലാകുന്നവരുടെ അത്ഭുതങ്ങൾ നടക്കും. അവർ പരാജയപ്പെടുത്തില്ല, അവർ വിജയിക്കാൻ പോകുന്നു, അവർ എഴുന്നേൽക്കാൻ പോകുന്നു.
അതായിരുന്നു ഒരു മനുഷ്യൻ വഴിയിലിരുന്ന് നിലവിളിക്കാൻ ഭിക്ഷയാചിക്കുകയാണ്. പക്ഷെ യേശു അതിലെ പോകുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൻ വിളിച്ചു, നസറയനായ യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. അതൊക്കെ നടന്നു പോകുന്നത് കുരുടനായിട്ട് മനസ്സിലായപ്പോൾ അവൻ കുരുടനെ കാണാൻ കഴിയാത്തവനാണ്. പക്ഷെ യേശു നടന്നു പോയപ്പോൾ അവൻ കുരുടനെ മനസ്സിലായി, ഇത് യേശുവാണ്. അവൻ യേശുവിനെ വിളിച്ചു, വിട്ടില്ല, യേശുവിനെ വിളിച്ചു. ഈ വചനം സാക്ഷാൽ ദൈവവചനമായി യേശുവായി നിങ്ങളുടെ അടുക്കൽ കൂടെ നടക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുന്നെങ്കിൽ അവൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യും. അവൻ സാക്ഷാൽ ദൈവവചനമാണ്. അവൻ സാക്ഷാൽ ദൈവവചനമാണ്. അവൻ ചിന്തകളല്ല, ഒരു അനുഭവമാണ് യേശു. ഇത് നമ്മളൊന്ന് നല്ലതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന യേശുവിനെ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിനെ ഞാൻ നല്ലതുപോലെ അനുഭവിച്ച് അറിഞ്ഞ് പ്രസംഗിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ അറിയുന്നു ചിലരുടെ അടുക്കലേക്ക് യേശു അടുത്തിറങ്ങി വരുന്നത് എനിക്കറിയാം. സഭയുടെ നടുവിൽ ഉലാവുന്ന യേശു എന്ന പേരിൽ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പസ്തോലൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ അതേ വെളിപ്പാടിൽ നിൽക്കുന്നു. യോഹന്നാൻ അപ്പസ്തോലന്മാരെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിൽ നിന്ന് പറയുന്നു, ഇതിന്റെ നടുവിലും യേശു ഊരാവി നടക്കുകയാണ്. ആവശ്യമുള്ളവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, ആവശ്യമുള്ളവർ സ്വീകരിച്ച്, രോഗങ്ങൾ വിട്ടുമാറട്ടെ, ശാപങ്ങൾ കൊണ്ടുമാറട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഒന്നിൽ പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഇത് വിശ്വസിക്കുന്നത്. ഞങ്ങൾ മഹിമ, ദൈവവചനത്തിന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾ ആരോ പറഞ്ഞത് കേട്ടല്ല പറഞ്ഞത്, മറിച്ച് ആരോ എഴുതിയ ചരിത്രം വായിച്ചല്ല പറഞ്ഞത്. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത്. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ തൊട്ടത്, ഞങ്ങൾ രുചിച്ചറിഞ്ഞതും. നോക്ക്, ആ വചനമൊക്കെ നമ്മളൊന്ന് കേട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവർ വിശ്വസിച്ച യേശുവിൽ വചനത്തിൽ ഇതുണ്ടായിരുന്നു. അവർ രുചിച്ചറിഞ്ഞു, അവരതിനെ തൊട്ടു, അതിനെ കണ്ടു. ആത്മകണ്ണെന്ന് തുറക്കാമോ? നമ്മുടെ കണ്ണ്, നമ്മുടെ ഹൃദയത്തിൽ അതിനെ കാണാമോ? യേശുവിനെ, ഈ വചനത്തെ സാക്ഷാൽ യേശുവായി, ദൈവവചനമായി അവരതിനെ തൊട്ടു, അവരതിനെ കണ്ടു, അവരതിനെ രുചിച്ചറിഞ്ഞു. ആ രുചിച്ചറിഞ്ഞവർ പറഞ്ഞു, നിങ്ങൾക്കൊരു ദോഷവും സംഭവിക്കത്തില്ല, നിങ്ങൾക്കൊരു അനർത്ഥം വരത്തില്ല. യേശു കൂടെയുണ്ട്, യേശുവിന്റെ കൂടെയുണ്ട്. ഒരു കുടുംബം തകരത്തില്ല, ഒരു കുടുംബത്തിൽ ദോഷം സംഭവിക്കത്തില്ല. യേശു കർത്താവ് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളെ അടിക്കല്ലുകയാണ്. നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട്. ഇത് സാക്ഷാൽ വചനമായിട്ട് യേശു കർത്താവ്, ഞാൻ സാക്ഷാൽ ജീവന്റെ അപ്പമാണ്. ജീവനുണ്ടാക്കാൻ നമ്മളൊക്കെ പ്രസംഗിക്കും. നിങ്ങളൊക്കെ കേട്ട് പരിചയപ്പെടുക പ്രസംഗിക്കുന്നതുമാ. ദൈവവചനം പറയുന്നു, യേശുവിന്റെ കർത്തമേശ ശുശ്രൂഷയുടെ സമയത്തൊക്കെ അതിന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നത്. ഞാൻ ജീവന്റെ അപ്പമാ, എന്നെ തിന്നുന്നവൻ എന്നും ചോദിക്കുന്നത്, എന്നെ തിന്നാത്തവന് ജീവനില്ല. മക്കളെ, ഈ വചനം എന്നും നമ്മുടെ അകത്ത് അപ്പമായിരിക്കണം. ഈ വചനം ജീവന്റെ അപ്പമായിരിക്കണം. അതുകൊണ്ട് യേശു കർത്താവ് മനുഷ്യത്വത്തിൽ നിൽക്കുമ്പോൾ പിശാച് വന്ന് മനുഷ്യന്റെ മുമ്പിൽ നിന്നത് യേശുവിനെ നോക്കി പറഞ്ഞു, നീ കല്ലിനെ അപ്പമാകാൻ കൽപ്പിക്കുക. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വചനത്താൽ. മനുഷ്യനെ കുറിച്ച് അവിടെ പറഞ്ഞു. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയെ കുറിച്ചല്ല, മനുഷ്യനെ കുറിച്ച്. മനുഷ്യൻ ദൈവത്തിന്റെ വായിൽ വചനത്താൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നു? മക്കളെ, നമ്മൾ വചനം ഉൾക്കൊള്ളുമ്പോൾ സാധാരണമായിട്ടല്ല, യാഥാർത്ഥ്യമായിട്ട്. ദൈവവചന പ്രസംഗം കേൾക്കുമ്പോൾ സാധാരണമായിട്ടല്ല, യാഥാർത്ഥ്യമായിട്ട്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ യാഥാർത്ഥ്യമായിട്ട്, യാഥാർത്ഥ്യം ഇത് യേശുവാണ്, ഇത് വചനമാണ്. വചനം ഇരുവായിട്ടുള്ള വാളാണ്. അത് ദുർഘടങ്ങളെ നിരപ്പാക്കുന്നതാണ്. അത് താമര കഥകളെ തകർക്കുന്നതാണ്. നമ്മൾ മെനക്കെടരുത്, ജഡം കൊണ്ട് പ്രവർത്തിക്കരുത്. ജഡം കൊണ്ട് പ്രവർത്തിക്കരുത്, തോറ്റുപോകും, പരാജയപ്പെട്ടു. ഹല്ലേലൂയ. പക്ഷേ വചനം വചനമായി എഴുതിയാൽ പണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യായപ്രമാണം വായിക്കുന്ന സമയത്ത് അവർ വാക്കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷമേ വചനം ന്യായപ്രമാണം വായിക്കും. അത്രയും വിശ്വാസമായിരുന്നു അവർക്ക്. അത്രയും അതങ്ങനെ തന്നെയാണ്, യാഥാർത്ഥ്യമാണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ്, ഈ വചനത്തിന് നല്ല മൂല്യം കൊടുക്കണം, വില കൊടുക്കണം.
ആമേൻ ആമേൻ. വചനത്തിന്റെ മുമ്പിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മളെ തന്നെ ഉരുകി തീരുന്ന ഒരു മെഴുകുതിരി പോലെയാണ് ഈ വചനത്തിന്റെ മുമ്പിൽ. കാരണം നമ്മൾ കുറവുള്ളവരാ, നമ്മൾ ബലഹീനരാ, നമ്മളൊന്നും എത്തിയിട്ടില്ല, ബിഗ് സീറോയാ. പക്ഷെ ഈ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കുന്നവരായുള്ളവരെ, ആമേൻ ആമേൻ, ഈ വചനത്തിന്റെ മുമ്പിൽ ഭയപ്പെടുന്നവരെ അവർ ഉയർത്തുന്നു. ഈ വചനത്തിന് മുമ്പിൽ താഴ്മയോടെ ഇരിക്കുന്നവരെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. അമ്മ ബൈബിൾ പറയുന്നത് അവൻ വീണാലും നിലം പരിചയാകത്തില്ല. അമ്മൻ അവൻ രോഗം വന്നാലും തകർന്നു പോകത്തില്ല. അമ്മൻ അമ്മ ഇത് സാക്ഷാൽ ദൈവവചനമായിട്ട് ഇറങ്ങി വരുന്നു, ഇത് ശക്തിയായിട്ട് ഇറങ്ങി വരുന്നു. അടുത്ത് പറയുകയാണ് അത് ബഹു നിശ്ചയത്തോടെ. അതിലേക്ക് തന്നെ ഇച്ചിരി കൂടെ പറഞ്ഞതിനെ നിർത്താം. ഹല്ലേലൂയ. അമ്മ ഈ നിശ്ചയം നമുക്കുണ്ടായിരുന്നു. ആമേൻ ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് വിശ്വാസം വന്നത് ആശിക്കുന്നവർ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. അപ്പൊ നമ്മൾ എന്തോ ആയിരിക്കണം? ഈ വചനം വായിക്കുമ്പോ നമുക്ക് കാണത്തില്ല, ശരിക്കും അറിയത്തില്ല. ഇല്ല ഞാനിപ്പോ യേശു ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വല്ല മനസ്സിലാവും? ഇല്ല ഞാനിപ്പോ യേശു ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ കാണുന്നില്ല. നിങ്ങൾ കണ്ടില്ല. പക്ഷെ ഇതെങ്ങനെ ഞാൻ വിശ്വസിക്കണം? ഇത് യേശുവാണ്. എന്റെ അകത്ത് ആ വിശ്വാസം ഇറക്കണം. എന്റെ അകത്ത് വിശ്വാസം, യേശു എന്റെ കൂടെ ഉണ്ട്. മക്കളെ നമ്മൾ തളരത്തില്ല, പരാജയപ്പെട്ടു പോകത്തില്ല. അമ്മ പരാജയപ്പെട്ടു പോകത്തില്ല. ആരും വിചാരിക്കരുത് പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിക്കരുത്. ഞാൻ വിശ്വസിക്കുന്ന യേശുവിന് എന്തും ചെയ്യാൻ പറ്റും. നമ്മളൊന്ന് വിട്ടുകൊടുത്താൽ മതി. യേശുവിന്റെ കയ്യിൽ എന്നെ ഒരു കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ പണിയാൻ, അവൻ ഒരുക്കാൻ, ഉണർത്താൻ, വളർത്താൻ ഒന്ന് വിട്ടുകൊടുക്കണം. നമ്മൾ ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ. യേശുവിന്റെ കയ്യിലേക്ക് നമ്മളത് വിട്ടുകൊടുക്കണം. യേശുവിനെ ഞാൻ കർത്താവ് മറിയ പറഞ്ഞത്, കർത്താവിന്റെ ദാസി അങ്ങയുടെ ഇഷ്ടം പോലെ എന്തിലാകട്ടെ. അമ്മേ ആ വാക്ക് നമ്മുടെ അകത്തുണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെശയ്യാ പറയുന്നു, ആര് എനിക്ക് വേണ്ടി പോകും? യെശയ്യാ പറഞ്ഞ അടിയൻ അയക്കണമേ. വിട്ടുകൊടുക്കുക. അതിനാണ് ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യൻ എന്നുള്ള പേര് നേടാൻ കാരണം. യെശയ്യാ പ്രവാചകൻ അവൻ ആ താഴ്മയാണ്, വിട്ടുകൊടുത്ത ദൈവത്തിന്റെ കയ്യിലേക്ക് അടിയൻ അയക്കണമേ. ആമേൻ. അല്ലെ പ്രവാചകന്മാരുടെ പിതാവ് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ഗുരു എന്നൊക്കെയാണ് യെശയ്യാവിനെ പറയുന്നത്. ആമേൻ. പ്രവാചകന്മാരുടെ ലീഡർ, നല്ല നാമധേയം സ്വീകരിച്ചാണ് യെശയ്യാ പ്രവാചകൻ. പക്ഷെ അത് ഏൽപ്പിക്കാനുള്ള കാരണം യെശയ്യാവിന്റെ കയ്യിൽ ഈ വചനത്തിന്റെ മുമ്പിൽ യെശയ്യാവ് വിട്ടുകൊടുത്തു. ആമേൻ. വിട്ടുകൊടുത്തു. അങ്ങയുടെ ഇഷ്ടം, അപ്പന്റെ ഇഷ്ടം. എന്നെ പണിയണം, നിങ്ങളെ പണിയണം. അമ്മ എവിടെ പണിയണ്ടേ? നമുക്ക് പണിതെടുക്കാൻ പറ്റില്ല. നമ്മുടെ സ്വഭാവത്തെ യേശു പണിയണം, നമ്മുടെ ജീവിതത്തെ യേശു പണിയണം, നമ്മുടെ ശരീരത്തെ യേശു പണിയണം. അമ്മ ബലഹീനമായ ശരീരം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ബലഹീന ശരീരം ഇതിനകത്ത് യേശു പണിയണം. അമ്മ നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ യേശു പണിയണം. അവനെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കുശവനെ പോലെ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ ഏൽപ്പിച്ചു കൊടുക്കണം. കുശവനെ പോലെയല്ല, കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എന്ന് വെച്ചാൽ അവൻ മണ്ണിനെ സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, പക്ഷെ കുശവന് എന്തൊക്കെയോ ചെയ്യാൻ കഴിയും. അമേൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേലും യേശുവിനാണ് നമ്മളിൽ ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശുവിന് എന്റെയും നിങ്ങളുടെയും വീട്ടിനകത്ത്, ജീവിതത്തിനകത്ത് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് ഡോക്ടർമാരുടെ ഒക്കെ പോയ വിശ്വാസമുണ്ട്. വിശ്വാസമുണ്ട്, നല്ലത് തന്നെയാണ്. മെഡിക്കൽ സയൻസ് വേണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പക്ഷേ അവിടെ കഴിയാത്തത് യേശുവിന് കഴിയും. ആമേൻ. അധികാരങ്ങൾ വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അവരും വേണം. അതൊക്കെ ന്യായപാലമാണ്. അവർക്ക് കഴിയാത്തത് നമ്മൾക്ക് യേശുവിലൂടെ മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ സയൻസിൽ നമുക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അവിടെ പോകത്തില്ല. പഠനം, നമ്മുടെ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമെന്ന് വിശ്വാസമുണ്ട്, അവരെ സൂക്ഷിക്കുമെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ അയക്കുന്നുണ്ട്. അതേ വിശ്വാസം, അതിനെക്കാട്ടി ഇച്ചിരി കൂടെ വിശ്വാസം യേശുവിലുണ്ടെങ്കിൽ, ആമേൻ, കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞ മക്കളെ, ഹല്ലേലൂയ, യേശുവിലുണ്ടെങ്കിൽ ആ യേശു നിങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്, അവൻ നിങ്ങളെ പണിയുമെന്ന് നല്ലതുപോലെ ഒന്ന് തിരിച്ചറിയണം. അവൻ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ കീറി മുറിച്ച് അതിനകത്തുള്ള അഴുക്കെടുത്ത് കളഞ്ഞിട്ട് അതിനെ തുന്നിച്ചേർത്ത് അടുത്തൊരു അതേപോലെ ആക്കി മാറ്റാൻ ഒരു ഡോക്ടർക്ക് കഴിയുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ആമേൻ. ഇതുപോലെ തന്നെ എന്റെ ശരീരത്തെ യേശുവിനെ പണിയാൻ കഴിയുമെന്ന്, നമ്മുടെ ജീവിതത്തെ യേശുവിനെ പണിയാൻ കഴിയുമെന്ന് ആമേൻ നമ്മൾക്ക് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മെനഞ്ഞവന് എന്തുകൊണ്ട് അതിനെ റീസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൂടാ? ആമേൻ. ജീവനുള്ള ദൈവത്തിന് എന്തുകൊണ്ട് എന്റെ ശരീരത്തെ തൊടാൻ പറ്റുമെന്ന് വിശ്വസിച്ചുകൂടാ? ആമേൻ. ആ ദൈവം തൊട്ടാൽ എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുമെന്ന് എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ?
ആമേൻ ആമേൻ. അവന്റെ കയ്യിൽ നിന്ന് ശക്തി പുറപ്പെട്ടപ്പോൾ അവൻ രോഗി സൗഖ്യമായെങ്കിൽ എന്റെ യേശു എന്റെ അടുക്കൽ വരുമ്പോ എന്തുകൊണ്ട് എന്നിലേക്ക് ആ ശക്തി വരുമെന്ന് എനിക്ക് വിശ്വസിച്ചുകൂടാ? ഹല്ലേലൂയ. ആമേൻ ആമേൻ. അവൻ യേശു അവൻ പത്രോസിന്റെ പടകിൽ കയറിയപ്പോൾ അവൻ അതിനകത്ത് കാറ്റിനെ കോളിനെ ശാന്തമാക്കിയെങ്കിൽ എന്തുകൊണ്ട് എന്റെ വീട്ടിന് നേരെ വരുന്ന കാറ്റിനെ കോളിനെ ശാന്തമാക്കാൻ എന്റെ യേശുവിന് കഴിയുമോമെന്ന് വിശ്വസിച്ചുകൂടാ? അമ്മേൻ അമ്മ, ഞാൻ ചോദിക്കുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിൽ ഒത്തിരി ആഴങ്ങളുണ്ട് അതിനകത്ത്. അമ്മ മക്കളെ, പത്രോസും യാക്കോബ് യോഹന്നാനും യേശു കൂടെ യാത്ര ചെയ്യുമ്പോൾ പടക് തിരകളാൽ തള്ളി മുങ്ങുമാറാകുമ്പോൾ യേശുവിനെ അവർ ഉണർത്തി യേശുവിനോട് അതാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ല. യേശു ആ സമയത്ത് ആ കാറ്റിനെയും കടലിനെ ശ്വാസിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, ആവാത്ത കാറ്റുകൾ വരുമ്പോൾ, നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ എന്തുകൊണ്ട് ആ യേശുവിനോടൊന്ന് പറഞ്ഞുകൂടാ? യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അപ്പൊ ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. എന്റെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. എന്നെ ഒന്ന് സമാധാനത്തിൽ നടത്തണമെന്ന് പറഞ്ഞുകൂടാ? ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മളൊരു വേദന വരുമ്പോൾ ഒരു പെയിൻ കില്ലർ മേടിച്ച് കഴിക്കും. വേദന വരുമ്പോൾ ഒരു പെയിൻ കില്ലർ മേടിച്ച് കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ട് അവൻ സാക്ഷാൽ നമ്മുടെ വേദനകളെ ചുമന്നു എന്ന് പറഞ്ഞ ആ യേശുവിന്റെ കയ്യിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല? ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ രോഗം വരുമ്പോൾ ഓടി ആശുപത്രി പോകേണ്ടത് ഞാൻ പറഞ്ഞില്ല, മരുന്ന് മേടിക്കണം ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്തുകൊണ്ട് ആ യേശുവിന്റെ കയ്യിലേക്ക് സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കി, അവന്റെ അടിപ്പിടരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എഴുതി വച്ചിരിക്കുന്ന വചനം അവൻ സാക്ഷാലായി ഉൾക്കൊണ്ടുകൂടാ? ആമേൻ ആമേൻ ആമേൻ. ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. അവൻ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക ഞാൻ വിശ്വസിക്കുന്നതിനകത്ത്. അവൻ ദൈവത്തിന്റെ മഹത്വം ഇതിനകത്ത് ഇറങ്ങി നിൽക്കണമെങ്കിൽ അവൻ ഞാൻ ഇതിനെ സാക്ഷാലായി ഉൾക്കൊള്ളണം. അവൻ നമ്മുടെ ജീവിത യാത്രകളിൽ ഈ വചനം യാഥാർത്ഥ്യമായി വെളിപ്പെടണമെങ്കിൽ അവൻ ഞാൻ ഇതിനെ സാക്ഷാലായി ഉൾക്കൊള്ളണം. എന്റെ അകത്തൊരു ബഹു നിശ്ചയമുണ്ടായിരിക്കണം. എന്നാൽ കാണാത്തത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. അവൻ കാണാത്തത് എന്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ കണ്ടതല്ല കാണുന്നത്. ഇതുവരെ കാണാത്ത ചില അത്ഭുതങ്ങൾ എന്റെ വീട്ടിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇതുവരെ കാണാത്ത മഹത്വങ്ങൾ അവൻ ചില തലമുറകളിൽ സംഭവിക്കാൻ പോകുകയാണ്. ഇതുവരെ കാണാത്ത ചില അനുഗ്രഹങ്ങൾ അവൻ ചില വീട്ടിലകത്തേക്ക് കയറി വരികയാണ്. അതുകൊണ്ടാണ് പത്രസപ്പത്തോലൊക്കെ പറഞ്ഞത് ഞങ്ങൾ കണ്ടത്. അവൻ നിർമ്മിത കേട്ടത് പറയുന്നത് നിർമ്മിത കഥകളെ ഒന്നും പ്രമാണിച്ചിട്ടല്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പത്രസപ്പത്തോലിന്റെ സുവിശേഷം എന്റെ അല്ല, പത്രസപ്പത്തോൽ വചനാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ കണ്ടത് നിങ്ങളോട് പറയും. ആമേൻ. ഞങ്ങൾ ആ മഹത്വം കണ്ട ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. ആമേൻ. ഞങ്ങൾ കണ്ടത് നിങ്ങൾ യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അതിനെ രുചിച്ചറിഞ്ഞു. ആമേൻ ആമേൻ. അത് ആ ഒരു വാക്യം യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ 1. ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്ന് വായിച്ചത്. ആദിമുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയാം ഞങ്ങൾ കണ്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ രുചിച്ചറിഞ്ഞു. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിത്യജീവന്റെ ഒരു വചനം. ആമേൻ. എന്നുവെച്ചാൽ തകർന്നു പോകാത്ത, നശിപ്പിച്ചു കളയാത്ത ഒരു ജീവന്റെ വചനം. അമ്മേ മക്കളെ, ഞാനൊരു കാര്യം പറയാം. മനുഷ്യർ പലരും നമ്മുടെ ലോകം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ നന്നാക്കാൻ വേണ്ടി ആരും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മേൻ. ഒരാള് പോലും നല്ലതിനു വേണ്ടി അഭിപ്രായങ്ങളും ആലോചനകളും പറഞ്ഞു, പക്ഷെ നമ്മളെ ആവശ്യഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ഒരുവരെ ഉണ്ടാകുമെന്ന് യേശു ആയിരിക്കും. ആരും എല്ലാവരും കൈവിടുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴും അവൻ ഒരു നാൾ ഉപേക്ഷിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ആരോഗ്യമുള്ളപ്പോൾ നിങ്ങളെ ആർക്കെങ്കിലും വേണമായിരിക്കാം. ആരോഗ്യം നഷ്ടപ്പെട്ട നിങ്ങളെ ആർക്കും വേണ്ട. അവൻ പക്ഷെ യേശുവിന് വേണം.
അവൻ ബലഹീനനെ ആർക്കും വേണ്ട, കാരണം അവനെ കൊണ്ടിട്ടും ഉപകാരമില്ല. പക്ഷേ ബലഹീനനെ യേശുവിന് വേണം. ഹല്ലേലൂയ. അവൻ ആരെയും ഉപേക്ഷിക്കത്തില്ല, അവൻ ആരെയും തള്ളിക്കളയത്തില്ല. അവൻ ബൈബിൾ പറയുന്നു, അവൻ നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവൻ നിന്നെ വഴി നടത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വചനത്തെ സാക്ഷാലായി ഒന്ന് സ്വീകരിക്ക്. അവൻ നിന്റെ കൂട്ടുകാരിൽ പരമായി, അവൻ കൂട്ടുകാരി തരുന്ന ആനന്ദത്തിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് അവൻ ദേശത്ത് വഴി നടത്താൻ അവൻ ശക്തനായ ഒരു ദൈവം. സ്വോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. ഞാൻ ഇതിൽ നിന്ന് വിശദമായി തന്നെ പറഞ്ഞു പോകും. പിന്നെ ഹല്ലേലൂയ, നമ്മൾ നല്ലതുപോലെ തൊട്ട് രുചിച്ചറിയണം. തൊട്ട് രുചിച്ചറിയണം. അപ്പോസ്തലന്മാർ എങ്ങനെ അനുഭവിച്ചോ ആ അനുഭവം നമ്മുടെ അകത്ത് വരണം. ഞാൻ ഇച്ചിരി കൂടെ അവസാനം വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാവും. അവര് കണ്ടതുപോലെ ഈ വചനത്തെ കാണണം, യേശുവിനെ കാണണം. അവർക്ക് എന്തായിരുന്നു യേശു, നമുക്കതായിരിക്കണം യേശു. ആമേൻ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ എന്തായിരുന്നു യേശു ചെയ്തത്, നമ്മളിൽ അതായിരിക്കണം യേശു ചെയ്യേണ്ടത്. ആമേൻ. അവരിൽ എന്താണോ യേശു യാത്രയിൽ, യേശുവിന്റെ ശുശ്രൂഷയിൽ എന്താണോ സംഭവിച്ചത്, അത് നമ്മുടെ നടുവിൽ സംഭവിക്കണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ലേഖനത്തിൽ വായിച്ചു, യേശു സ്നേഹം വേണം. യേശു സമാധാനം വേണം. യേശു പ്രത്യാശ വേണം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നതിനായിട്ട് ഇനി പ്രത്യാശിച്ചിട്ട് ഒരു കാര്യമില്ല, കാണാത്തതിനായി പ്രത്യാശിക്കണം. കാണുന്നതിനായിട്ട് ഇനി എന്തിന് പ്രത്യാശിക്കുന്നു? യേശു ചോദിക്കുന്നത്, എന്തിന് പ്രത്യാശിക്കുന്നു? കാണുന്നതിനായിട്ട്. കാണാത്തതിനെ ഓർത്ത് പ്രത്യാശിക്കണം, നല്ലതുപോലെ പ്രത്യാശിക്കണം. എന്നിട്ട് അവര് നടന്നത് പോലെ അവർ എവിടെ ചെന്നാലും പറയും, ദൈവം ഞങ്ങളെ സൂക്ഷിക്കും. അവർക്ക് അതേ പറയാനുള്ളൂ. അല്ലേ? അതല്ലേ അവര് പറയത്തുള്ളൂ. അവരെ വേറെ എന്തെങ്കിലും പറയുമോ? എന്ത് ചെന്നാലും പറയും യേശു അത്ഭുതം. ഇനി അവര് മറ്റൊരു ഭാഗം, പൗലോസ് പറയുന്ന ഒരു ഭാഗം, പരിശുദ്ധാത്മാവ് ഞങ്ങളെ തടഞ്ഞു, ഞങ്ങൾ പോയില്ല. പരിശുദ്ധാത്മ ഞങ്ങൾ അയച്ചു, ഞങ്ങൾ പോയി. ഇനി മോശയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോശ പറയും, മഹത്വം പൊങ്ങിയപ്പോൾ, സാന്നിധ്യം സഞ്ചരിച്ചപ്പോൾ അവർ സഞ്ചരിച്ചു, സാന്നിധ്യം നിന്നപ്പോൾ അവർ നിന്നു. മക്കൾ, ഈ വചനം സാക്ഷാലായി നമ്മൾ ഉൾക്കൊള്ളണം കേട്ടോ. ഇന്ന് എന്തൊക്കെ വന്നില്ലേലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുകൊണ്ടേ പോകാവൂ. ഇതും കൊണ്ടേ പോകാവൂ. ഞാൻ പറയുന്നു, യേശു നിങ്ങളുടെ കൂടെ നടക്കും. കൂടെ നടക്കുമെന്ന് പറഞ്ഞാൽ ഒരു ദോഷവും തട്ടാതെ നിങ്ങളുടെ കൂടെ നടക്കും. ഉറപ്പുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഇതിനകത്ത് യേശു ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം പറഞ്ഞു വിട്ടത് ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ കൂടെ ഓർക്കുന്നു. 7 വിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന ഒരു യേശു. ആ യേശുവിനെ അതേ തലത്തിൽ നിങ്ങളുടെ കണ്ണുകളൊന്നും കാണണം. അവൻ മാനത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോട്ട് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് സദൃശ്യമുള്ള കാലുള്ളവനായി, സൂര്യ തേജസ്സിനേക്കാൾ ശോഭയുള്ള മുഖമുള്ളവനായി, അഗ്നി ജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനായി, രാജ കിരീടം ധരിച്ചവനായി, ഇതിന്റെ നടുവിൽ കൂടെ നടക്കുന്നത്, നിങ്ങളുടെ അടുക്കൽ വരുന്നത്, നിങ്ങൾക്കൊന്ന് കാണാൻ കഴിഞ്ഞാൽ ഞാൻ കണ്ടു, എന്റെ കണ്ണ് കണ്ടു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. യേശു നടന്നും നിന്റെ അടുത്ത് വരുന്നത് സാധാരണ ഒരു മനുഷ്യനായിട്ടല്ല, ദേവാദി ദേവനായി, കർത്താദി കർത്താവായി, രാജാദി രാജാവായി അവനിതാ വീണ്ടും വരികയാണ്. മനുഷ്യനായി ഭൂമി വന്നു. ഇന്ന് മനുഷ്യനായി അല്ല വരുന്നത്, അവൻ ദൈവമായി വരുന്നു. എനിക്കറിയാം, ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന്. യേശു മാറത്ത് പൊൻകച്ച കെട്ടിയെങ്കിൽ അത് കാണണം നമ്മൾ. അവന്റെ വെള്ള മുടി ഹിമത്തേക്കാൾ വെണ്മയുള്ളതെങ്കിൽ അത് കാണണം നമ്മൾ. അവന്റെ തലയിൽ രാജ കിരീടം ഇരിക്കുന്നത് കാണണം നമ്മൾ. അവന്റെ മുഖം സൂര്യനേക്കാൾ തേജസ്സുള്ള ആ ശോഭയുള്ള മുഖമായി കാണണം നമ്മൾ. അവന്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്കൊത്തതായി കാണണം നമ്മൾ. അവൻ വെള്ളം നിലയെങ്കിൽ ധരിച്ച യേശുവിനെ കാണണം നമ്മൾ. അത് കണ്ട് സാക്ഷാലായി വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ മാറ്റങ്ങളെ കൊണ്ടുവരുന്നു. ഹൃദയം തകർന്നവരെന്നെ കേൾക്കുന്നു. വളരെ ക്ഷീണിച്ചവരെന്നെ കേൾക്കുന്നു. യോഹന്നാൻ അപ്പസ്തോലനോട് ചോദിച്ചു നോക്ക്, അപ്പസ്തോലൻ എവിടെ കിടക്കുന്നത്? പത്മോസിനകത്ത് ക്ഷീണിച്ചാണ് കിടക്കുന്നത്. അത് ക്ഷീണിച്ച കിടക്കുന്നത്, ഭക്ഷണമുണ്ടോ? ഇല്ല, തളർന്നുപോയി. എന്നാലും അവിടെ യോഹന്നാൻ കണ്ടത് തേജോവനായ ദൈവത്തെ. അത് കണ്ടപ്പോൾ യോഹന്നാൻ ഒരു ശബ്ദം കേട്ടു, യോഹന്നാനെ പത്മോസിന്റെ അകത്തുനിന്ന് നീ ഇവിടെ കേറി വാ. ശോധനയുടെ അകത്തുനിന്ന് ഇവിടെ കേറി വാ. വേദനയുടെ അകത്തുനിന്ന് നീ ഇവിടെ കേറി വാ. ഒറ്റപ്പെടലിന്റെ അകത്തുനിന്ന് ഇവിടെ കേറി വാ. കഷ്ടം പറയുന്ന അടുക്കൽ ഇവിടെ കേറി വാ. ഇത് ഉദരങ്ങളുടെ അടുക്കൽ
ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കട്ടെ. ആമേൻ. ഒറ്റപ്പെടൽ എന്നുള്ള ചിന്തകൾ മാറട്ടെ. ഏകൻ എന്നുള്ള ചിന്തകൾ മാറട്ടെ. ആര് സഹായിപ്പാനില്ലെന്നുള്ള ചിന്തകൾ മാറട്ടെ. ആമേൻ. യേശു നിന്റെ കൂടെയുണ്ടെന്നൊരു അനുഭവം ഉണ്ടാകട്ടെ. യേശു സൗഖ്യമാക്കുന്ന ഒരു അറിവുണ്ടാകട്ടെ. യേശു ദൈവമായി കൂടെ നിൽക്കുന്നു എന്ന് ഒരു അനുഭവം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവർക്കതൊരു നിശ്ചയമാണ്, ബഹു നിശ്ചയമാണ്. അവർക്ക് തടസ്സങ്ങളില്ല, അവർക്ക് അവിശ്വാസമില്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് അവിശ്വാസമില്ല. നമുക്കാണെങ്കിൽ ചിലപ്പോൾ അവിശ്വാസമുണ്ട്. ഇത് സംഭവിക്കുമോ? ഇല്ല, ഇത് സംഭവിക്കുമോ? ഒരാളോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത് അത്ഭുതം ചെയ്തോട്ടെ, അങ്ങനെ സംഭവിക്കും പക്ഷേ. ആമേൻ. മക്കൾ, നമ്മൾ പ്രാർത്ഥിക്കും, ആരാധിക്കും. പക്ഷേ ചില സമയം നമ്മുടെ കാലത്തുനിന്ന് വിശ്വാസം ചോർന്നു, ചില സാഹചര്യം വിശ്വാസം ചോർന്നു. പക്ഷെ അവിടെയും ധൈര്യമായിട്ട് നിൽക്കണം. അവൻ അവിടെ ധൈര്യമായിട്ട് നിൽക്കണം. ധൈര്യം പകരണം. നിങ്ങളുടെ അകത്ത് യേശു കൊണ്ട്, യേശു എന്റെ അടുക്കൽ വരുന്നു. അവൻ ആത്മാവിനെ കാണുന്നു, എന്നെ തൊടുന്നു, അവൻ എന്നെ കരം പിടിക്കുന്നു, എന്നെ താഴാൻ അനുവദിക്കത്തില്ല. അവൻ പത്രോസ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് മുങ്ങിപ്പോയി. പക്ഷേ ആ സമയത്ത് യേശുവിന്റെ കരം അവരെ നീട്ടി പിടിച്ചു. അവൻ ആ ദൈവവചന സാക്ഷാലായി അവൻ ഒരു രക്ഷകൻ എന്നുള്ള പേര് മാത്രമല്ല അവിടെ കണ്ടത്, അത് രക്ഷകനായി യാഥാർത്ഥ്യമായി അവിടെ ഇറങ്ങി വന്നു. അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് അതുപോലെ ഇറങ്ങി വരുന്നേ, അതുപോലെ ഇറങ്ങി വരുന്നേ. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ അടുക്കലേക്ക് അതുപോലെ ഇറങ്ങി വരും. അമ്മേൻ, അമ്മേൻ. അടുത്ത് പറയട്ടെ, ഹല്ലേലൂയ. അത് ബഹു നിശ്ചയത്തോടു കൂടിയായിരുന്നു. അമ്മേൻ. എന്നിട്ട് അവരുടെ അടുക്കലേക്ക് വന്നത് നിങ്ങളുടെ നിമിത്തം ഞങ്ങളുടെ ഇടയിൽ അമ്മ എങ്ങനെ പെരുമാറിയിരിക്കും നിങ്ങളുടെ അറിയുന്നില്ല. ബഹു കഷ്ടം സഹിക്കേണ്ടത് ഞങ്ങൾക്കത് വിഷയമുള്ള കാര്യമില്ല. അമ്മേ, പൗരസംസാരമാണ് ബഹു കഷ്ടം സഹിക്കേണ്ടത്, പക്ഷെ ഞങ്ങൾക്കത് വിഷയമുള്ള കാര്യം. അമ്മേൻ, അമ്മേൻ. അവൻ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, യേശു കൊണ്ട് കൂടെ, യേശു കൊണ്ട് കൂടെ. അമ്മ പൗലോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, മോനെ നിന്നെ ഇവിടെ തകർക്കാനൊക്കെ ഒത്തിരി പേര് കൊടുത്തു, നീ പേടിക്കണ്ട. അമ്മ നീ ഇവിടെ വചനം വർഷങ്ങളോടെ ശുശ്രൂഷിക്കേണ്ടത്. ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. സാക്ഷാത്തായിട്ടൊന്ന് വിശ്വസിച്ച്. ഇനി മറ്റൊരു ഭാഗം, പൗലോസ് അപ്പോസ്തലനെ അടിച്ചു നുറുക്കി അവൻ മരിച്ചു എന്ന് കരുതിയിട്ട് ഇട്ടിട്ട് പോയി. പിറ്റേ ദിവസം പൗലോസ് അപ്പോസ്തലൻ ദൈവവചനം ശുശ്രൂഷിച്ചു. അമ്മ പിറ്റേ ദിവസം നീണ്ടുപോയില്ല. അപ്പൊ മരിച്ചു എന്നിട്ട് ഇട്ടിട്ട് പോകണമെങ്കിൽ ആ മനുഷ്യനെ എങ്ങനെ അവർ കല്ലെറിഞ്ഞിട്ടുണ്ടാകും, എങ്ങനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ടാകും? ഇതുവരെ അനുഭവം ഇല്ലാത്തവരല്ലല്ലോ യഹൂദന്മാര്. ഒത്തിരി പേരെ കല്ലെറിഞ്ഞ് കൊന്ന പരിചയമുള്ളത്. അയ്യോ, നിങ്ങളും മിണ്ടിയില്ല. മക്കളെ, സ്നേഹാനോസിനെ കല്ലെറിഞ്ഞ് കൊന്ന് നല്ല ശീലമുള്ളത് യഹൂദന്മാർക്ക്, അമ്മ പരീക്ഷന്മാർക്ക്, ന്യായശാസ്ത്രിമാർക്കും. ആ കൂട്ടത്തിലുള്ളത് ശൗലും. അമ്മ പൗലോസ് അപ്പോസ്തലൻ അന്ന് അപ്പോസ്തലനായില്ല, യേശുവിന്റെ ശിഷ്യനായില്ല, യേശുവിന് വിരോധമായിട്ട് നടന്നു. പക്ഷെ ആ കൂട്ടത്തിലുള്ളത്. പക്ഷേ ആ സമയത്ത് ഈ പരിചയമുള്ള യഹൂദന്മാര് തന്നെ വീണ്ടും കല്ലെറിഞ്ഞ് മാറ്റമൊന്നും. അപ്പൊ അവർക്കറിയാം മരിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് എന്ത് സംഭവിക്കും. അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അവര് തിരിച്ചു പോയപ്പോഴും വചനം സാക്ഷാലായി മനസ്സിലാക്കിയവൻ എഴുന്നേറ്റ് വന്നു. നല്ല രാമൻ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. വചനം സാക്ഷാലായി മനസ്സിലാക്കിയവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നു. ആമേൻ. മക്കളെ, നമ്മളെ തീർക്കാൻ ആര് വിചാരിച്ചാലും അവൻ തകരത്തില്ലെന്ന്. അവൻ ഒരു രോഗം നിന്നെ തകർക്കാൻ വിചാരിച്ചാലും തകരത്തില്ലെന്ന്. അവൻ നീ ജീവനോട് എഴുന്നേറ്റുമെന്ന് യഹോവയുടെ പ്രവൃത്തികളെ വാർണിക്കുമെന്ന്. അവൻ വചനം സാക്ഷാലായി ഉൾക്കൊള്ളുന്നവനകത്ത് അവൻ വചനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ വിടുതലൊക്കെ ഇതിനകത്ത് വ്യാപരിക്കട്ടെ. അസാധാരണമായ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. അസാധാരണമായ അത്ഭുതകരമായ അവൻ ഉയർച്ചകൾ വെളിപ്പെടുന്നത്. ഇത് സാക്ഷാലായി. അപ്പൊ ഞാൻ ആ ഭാഗമൊക്കെ ധ്യാനിച്ചപ്പോൾ എന്റെ മനസ്സ് തകർന്നു പോയി. ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് വിചാരിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ശ്വാസം നിലച്ച ഒരു സമയമുണ്ട്. എന്ന് വെച്ചാൽ ഒരു അവസാന സമയത്ത് ശ്വാസം വലിക്കുന്ന ഒരു സമയമുണ്ട്. അല്ലേ, ഒരു ദീർഘശ്വാസമൊക്കെ വലിക്കുമെന്ന് നമ്മൾ ചിലപ്പോൾ പറയും, നമ്മളും വലിക്കാറുണ്ട്. പക്ഷെ അതിനെക്കാട്ടും അപ്പുറത്ത് മരണത്തിന് തൊട്ടുമുമ്പുള്ള ശ്വാസം ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട്. അമ്മ ചിലപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അമ്മ ഇതുപോലെ നീട്ടി വലിച്ചിങ്ങനെ വിടുന്ന ഒരു സമയമുണ്ട്. ആ സമയം മനസ്സിലായപ്പോൾ അവർ ഇട്ടേച്ചു പോയെന്ന്. ആ സമയത്ത് യേശു അവിടെ അടുക്കൽ വന്നെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. അവൻ എല്ലാവരും തകർക്കാൻ നോക്കി. അവൻ മരിച്ചു എന്ന് വിചാരിച്ചു. അവരവിടെ ഡെഡ് ബോഡിയായി കാണാമെന്ന് വിചാരിച്ച് ഇട്ടേച്ചു പോയി. ആരുമില്ലാത്ത സമയത്ത് യേശു അരികത്ത് ഇറങ്ങി വന്ന് പൗലോസിനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത് ഞാനോ യേശു എഴുന്നേൽപ്പിക്കുകയാണ്. യേശു എഴുന്നേൽപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ തകരത്തില്ല, നിങ്ങൾ
ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ നല്ലതുപോലെ ഇടപെടട്ടെ. അവൻ ശക്തിയായി ഇറങ്ങി നിൽക്കുന്നതിനകത്ത് ആത്മമണ്ഡലം ചലിച്ചു തുടങ്ങി. അവൻ ദൈവാത്മാവിന്റെ ഇടപെടൽ എനിക്ക് നല്ലതുപോലെ ശരീരത്തിൽ അറിയുന്നു. അവൻ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. അവൻ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, അവൻ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, അവൻ യേശുവിന്റെ മഹത്വം അവൻ ഇതിനകത്ത് വ്യാപരിക്കുന്നു. അവൻ 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അവൻ ജീവനോടെ ഇരിക്കുമോ എന്ന് ഞങ്ങൾക്ക് നിരാശ തോന്നി. അവൻ മരിച്ചു പോകും എന്ന് അറിവ് തനിക്കുണ്ടായപ്പോൾ അവൻ മരിച്ചവരെ ഉയർപ്പിക്കുന്ന അവൻ ദൈവത്തിൽ തന്നെ പ്രത്യാശ വെച്ചു. അവൻ ഇന്ന് പകൽ നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് അവൻ മരിച്ചു പോകുമെന്ന്, അവൻ തകർന്നു പോകുമെന്ന് അവൻ അറിവ് നമുക്കുണ്ടാകുമ്പോൾ അവിടുന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആ ദൈവത്തിൽ തന്നെ അവൻ സാക്ഷാൽ വചനത്തിൽ തന്നെ അവൻ വിശ്വാസം അർപ്പിച്ച് അവൻ മുമ്പോട്ടോടുന്നെങ്കിൽ അവൻ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. അവൻ ചില ശരീരങ്ങളെ അതുകൊണ്ട് പൗലോസ് പറയും ഞങ്ങൾക്ക് ഇത് സമയം സംസാരിക്കുമ്പോൾ ഒരു ചഞ്ചലവും ഇല്ല. ഒരു പ്രാവശ്യം ഇതൊക്കെ മരിച്ചു കിടക്കുന്നിടത്ത് ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. പൗലോസ് പറയാം തകർന്നു കിടന്നത് ഞാൻ എഴുന്നേറ്റ് വന്നതാ. എന്റെ ദൈവം അതാ. പൗലോസ് പറയുന്നൊരു ഭാഗം എന്റെ ചിന്ത, എന്റെ പ്രസംഗ ഭാഷ. പൗലോസ് പറയുന്നത് എങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കാം. ആരെങ്കിലും പറഞ്ഞാണ് കേട്ടവേ അപ്പസ്തോലനെ എനിക്ക് മരണകരമായി രോഗം പിടിച്ചു കേട്ടോ, ഭയങ്കര പ്രതികൂലം, ഞാനിങ്ങനെ വീണാൻ പോവുകയാണ്, ഞാൻ ഇനി കുറച്ച് നാളെ ജീവിക്കത്തുള്ളൂ എന്ന് പൗലോസോട് പറഞ്ഞു. പൗലോസ് പറയും അയ്യേ ഇതൊക്കെ സിമ്പിൾ കാര്യം. പൗലോസ് ഇങ്ങനെ ഇതൊക്കെ സിമ്പിൾ കാര്യം. ഞാൻ എന്നെ പോലെ മരിക്കാൻ കിടന്നത് അത് രോഗം വന്നിട്ടൊന്നുമില്ല. കോയഞ്ചാറ് വഴി കല്ലെറിഞ്ഞതാ. കല്ലെറിയുമ്പോൾ ചത്തു എന്ന് വിചാരിച്ച് അവർ ഇട്ടേച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ അപ്പുറത്ത് പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചാണ്. കാരണം സാക്ഷാലായിട്ട് മനസ്സിലാവും ഇങ്ങനെ ബൈബിൾ പറയുന്നത്. പ്രതികൂലങ്ങളൊക്കെ വരും മക്കളെ, വരത്തില്ല ഞാൻ പറയുന്നത്. പക്ഷെ വരുമ്പോഴും അതിന്റെ നടുവിൽ നമുക്കിത് പറയാൻ കഴിയണം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പ്രതികൂലത്തിൽ വന്നത്, ആ സമയത്തും ഇതുപോലെ ഞാൻ തകരപ്പെടും. പക്ഷെ ഞാനിത് ഇന്നും ജീവനോടെ ഇരിക്കും. ഒത്തിരി പ്രതിസന്ധികൾ എന്റെ ജീവിതത്തിൽ വന്ന മക്കളെ, പക്ഷെ ഇന്നും ഞാൻ ഇവിടെ ജീവനോടെ നിൽക്കുന്നത് ഒത്തിരി രോഗങ്ങൾ എന്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്, മരിച്ചു പോകുന്നുള്ള പേടി എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെയും നിൽക്കുന്നത് കൃപയാൽ. അവിടെ നിന്നത് കൃപയാൽ. എന്റെ വൈദ്യൻ യേശുവാ, എന്റെ വൈദ്യൻ യേശുവാ. ഗിലെയാദിലെ വൈദ്യന്റെ ഔഷധം ഇതിനകത്ത് പുരട്ടപ്പെടുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് ഗിലെയാദിലെ വൈദ്യന്റെ ഔഷധം പകരപ്പെടുകയാണ്. നിങ്ങൾക്ക് ശരിക്കും ഒന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷാൽ വചനത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് അപ്പസ്തോലൻ അന്നുണ്ടായിരുന്ന ആൾക്കാർ വെച്ചു അപ്പസ്തോലനെ യേശു സാക്ഷാൽ യേശുവായപ്പോൾ യേശു നടന്നു പോയപ്പോൾ രോഗികൾ സൗഖ്യമായി. എന്നെ കൊണ്ട് അത് പറ്റുമോ? എന്തിനാ ഏറെ സങ്കടപ്പെടുന്നത്? പൗലോസ് നടന്നു പോയി നെടുന്നിട്ട് രോഗി സൗഖ്യമായി. ഹല്ലേലൂയ. ഇത് സാക്ഷാലായി വിശ്വസിച്ചു. ഇനി പറയുന്നു ശരീരത്തിന് ഒത്തിരി റൂമാലും കൊണ്ട് അവിടെ ഇട്ടു. പൗലോസിന് എത്തപ്പെടാത്തത് രോഗികൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ കൊണ്ട് അങ്ങ് ഇട്ടു. അവരും എഴുന്നേറ്റ് വരികയാണ്. ഇത് സാക്ഷാലായി കാണുന്നവന്റെ ജീവിതത്തിൽ ഇതുപോലെ സംഭവിക്കാൻ പോകുന്നു. ഈ സഭയ്ക്കകത്തുനിന്ന് ഇതുപോലെ സംഭവിക്കാൻ പോകുന്നു. ആത്മാവിൽ ഞാൻ അതിന് ദൂത് പറയുന്നു. ആത്മാവിന്റെ വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുന്നു. നടന്നു പോകുമ്പോൾ ദൈവ ശക്തി വ്യാപരിക്കുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നു. In the name of Jesus, hallelujah. യേശുവിന്റെ നാമത്തിൽ ആ ഒരു ഭാഗമൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയ മക്കളെ, ആ ഒരു ഭാഗമൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ നടന്നു പോകും. ചുമ്മാ നടന്നു പോകും. നിഴല് തട്ടിയപ്പോഴും ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നിഴല് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വചനം സാക്ഷാലായിട്ട് ഏറ്റെടുത്ത് കഴിയുമ്പോ, ദൈവ വചനമായി തന്നെ ഉൾക്കൊണ്ട് കഴിയുമ്പോ, യേശു എന്റെ അടുക്കൽ നിൽക്കുമ്പോ, ഞാൻ നടന്നു പോകുമ്പോൾ നിഴല്, അയ്യോ നിഴല് അത്ഭുതം നടക്കുന്നു. എന്റെ മേഖലയിൽ നിന്ന് എന്റെ തോമൻ ഈ ഷർട്ട് ഒരാൾ മാറിയിട്ട് കഴിഞ്ഞാൽ അത്ഭുതം നടക്കുന്നു. ഇതുപോലെ ഒരു ആത്മ സ്പിരിറ്റ് നമ്മുടെ അകത്ത് വ്യാപരിക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുപോലെ ദൈവ ശക്തി വ്യാപരിക്കണമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. സാക്ഷാലായി ഉൾക്കൊണ്ട് ദൈവമക്കൾ പതറിപ്പോകരുത്, ദൈവമക്കൾ പരാജയപ്പെട്ടു പോകരുത്, ദൈവമക്കൾ തളർന്നു പോകരുത്. ഏത് പിശാചിന്റെ മുമ്പിലോ ജയത്തോടെ നിൽപ്പാൻ കഴിയാൻ
ഘടകസ്യ അന്തന ഭൈരവൽ കമല ഘടക ശംഭവാര ഘടകസ്യാര അന്തർ കമല ഘടക ദിനൽ കമല ഘടക ശൈലിവിരി ഘടകനാഥന. ആമേൻ ആമേൻ ആമേൻ. അത്ഭുതങ്ങളുടെ കലവറകൾ ഇതിനകത്ത് തുറക്കട്ടെ. അത് പ്രതികൂലത്തിന്റെ മുമ്പിലും ധൈര്യം വ്യാപരിക്കട്ടെ. അത് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പ് ഇതിനകത്ത് നിറയട്ടെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ. പൗലോസ് പറയുന്ന ഭാഗമുണ്ട്, സിംഹങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ഹല്ലേലൂയ. സിംഹങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ആമേൻ ആമേൻ. സിംഹങ്ങൾ വരുന്ന ചാടി വീണ് തിന്ന് ഒറ്റ ആളിന് നമ്മളെ തീർക്കും, നമ്മൾ മാനസികമായി ചിന്തിച്ചാൽ. പക്ഷെ പൗലോസ് പറയാം, സിംഹങ്ങളുടെ വായിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. സിംഹം കടിച്ചെന്നല്ല പറയുന്നത്. ആമേൻ. സിംഹങ്ങളുടെ വായിൽ ഞങ്ങളെ വിടുവിച്ചു. ആമേൻ. ഇന്ന് പകൽ ഏതൊക്കെയോ വ്യക്തികളെ ആമേൻ ചില സിംഹങ്ങളെ പോലെ പോമൻ കറങ്ങി നടക്കുന്ന ചിലത് ആമേൻ പിടിക്കപ്പെടാൻ വരുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് ആമേൻ ദൈവം വിടുവിക്കുകയാണ്. ആമേൻ ആമേൻ. വചനം ആമേൻ സാക്ഷാലായി ആമേൻ ചിലരെ വിടുവിക്കുകയാണ്. ഓ റബാല വദുന ദരഗത ഹദല പ്രവചനാദയാന അന്തന പൗർണമിരി ഘടകസ്യാന്തര. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ആമേൻ. സാക്ഷാൽ ദൈവവചനമായി ആമേൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി ആമേൻ ഇതിനകത്ത് യേശു ഇറങ്ങി നിൽക്കട്ടെ. അത് സാക്ഷാലായി വെളിപ്പെടട്ടെ. നമുക്ക് ഇത് ഒന്നും കൂടെ ഞാൻ പറയാം, നമുക്ക് യേശുവിനെ നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കാം. നമുക്കൊക്കെ അവൻ ചിലപ്പോ പറയും ആരോ വരുന്നുണ്ട്, ഇല്ലേ? ചിലപ്പോഴൊക്കെ പറയത്തില്ലേ, ആരോ നടന്നു പോകുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്. അമ്മ ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ ആ ശബ്ദം ഇനി കേൾക്കരുത്. അമ്മ സാക്ഷാൽ ദൈവപുത്രന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അവൻ സാക്ഷാൽ യേശുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. അവന്റെ ശബ്ദം കേൾക്കുന്നിടത്ത് അവൻ പിശാചുക്കൾ വിറയ്ക്കാൻ തുടങ്ങുന്നു. അവൻ അതുകൊണ്ട് പൗലോസ് സ്കോബയുടെ തലമുറകൾ പറഞ്ഞത് അവൻ യേശുവിനെ പരിചയം അറിയാം, പൗലോസിനെ പരിചയമുണ്ട്. അവൻ നിങ്ങൾ ആരാധന ദുരാത്മാവ് സ്കോബയുടെ പുരോഹിതനായ സ്കോബയുടെ മക്കളോട് തിരിച്ചു ചോദിച്ചതുപോലെ ഒരു ചോദ്യം നമ്മുടെ നടുവിൽ ഉണ്ടാകരുത്. യേശുവിനെ അറിയാമെങ്കിൽ, പൗലോസിനെ പരിചയമുണ്ടെങ്കിൽ അവൻ ശിശുവിനെ പരിചയമുണ്ടാകണം, അവൻ ദുരാത്മാവിനെ പരിചയമുണ്ടാകണം. അവൻ നമ്മുടെ മുമ്പിൽ നിൽക്കരുത്. മക്കൾ നിങ്ങളെ പരിചയമുണ്ടാകണം പിശാചിന്. എന്തോ പരിചയം എന്നറിയാവോ? അവൻ ചിലരൊക്കെ ഈ പണ്ടുള്ള അഭ്യാസികളൊക്കെ അറിയില്ല, ചിലർക്ക് അയാളെ നമുക്കറിയാം. കാരണം അയാളടുത്ത് 5-6 പേര് പോയിട്ടൊന്നും കാര്യമില്ല. ഈ പരിചയം പിശാചിന് നിങ്ങളെ കുറിച്ചുണ്ടാണ്. അവൻ ദുഷ്ടൻ ഈ പരിചയം ഉണ്ടായിരിക്കണം. കാരണം വന്ന തട്ട് മേടിച്ചിട്ടേ പോകാം. നിങ്ങളൊന്നും എന്റെ കൂടെ ഇല്ല. ഹല്ലേലൂയ. മക്കളെ ഇല്ലേ, അവൻ പിശാച് വന്ന വിവരം അറിഞ്ഞിട്ടേ പോകാം. ഹല്ലേലൂയ. അവൻ അറിയാം, അവൻ അറിയാം, അവൻ അറിയാം. ചിലരെ അറിയാം. അവൻ പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് അറിയാം. ദൈവ സാന്നിധ്യമുള്ളവനെ പിശാചിന് അറിയാം. അവൻ തന്ത്രത്തോടെ വന്നാലും അവൻ അറിയാം അവൻ ഇവനെ ചതിക്കാൻ, ഇവനെ എതിർക്കാൻ പറ്റുകയില്ല. കാരണം ഇവന്റെ കൂടെ ആരോ ഉണ്ട്, ഇവന്റെ കൂടെ ആരോ ഉണ്ട്. അവൻ ഏതൊക്കെ ചതി കുഴിക്കകത്തുനിന്ന് ചിലരെയൊക്കെ പുറത്തു കൊണ്ടുവരികയാണ്. അവൻ ചതിക്കാൻ വരുന്നവന്റെ മുമ്പേ അവൻ യേശു കൂടെ നിന്ന് അവൻ നിന്നെ വീടുവിട്ട് പുറത്തു കൊണ്ടുവരികയാണ്. അവൻ ഇന്ന് പകൽ ആത്മാവിന്റെ സാന്നിധ്യം അതുപോലെ വ്യാപരിക്കട്ടെ. ഭയങ്കര ഒരു ഭാഗമായിട്ട് ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത ഒരു ഭാഗം ഞാൻ പറയാം. പൗലോസിനെ പറയുന്നത് എങ്ങനെയാണ്? പൗലോസിനെ പരിചയമുണ്ട് ഞങ്ങൾക്ക്. അമ്മേൻ. അപ്പൊ അതിന്റെ അർത്ഥം ഉണ്ട്, എവിടെയൊക്കെയോ വെച്ച് നല്ലതുപോലെ മേടിച്ച് കെട്ടിയിട്ടുണ്ട്. അമ്മ പൗലോസ് പോയ വഴിയിൽ എവിടെ നിന്നൊക്കെയോ ഇല്ലേ. ഇനി ഞാൻ മനസ്സിലാക്കുന്ന പോലെ ബൈബിളിൽ തന്നെ പറയാം. പൗലോസ് പോയപ്പോ ഞാൻ പറഞ്ഞു വിട്ട ഭാഗം, നടന്നു പോയപ്പോ രോഗികൾ സൗഖ്യമായി. ഇങ്ങനെ ഒരു നെടിൽ തട്ടിയപ്പോ അപ്പൊ ആ വ്യക്തിയിൽ വ്യാപരിച്ച രോഗാത്മാവാന്നിരിക്കട്ടെ, ഒരു പൈശാചികനാന്നിരിക്കട്ടെ. അപ്പൊ ഈ പൗലോസ് നടന്നു പോയപ്പോ അവരുടെ ഒരെണ്ണം കൊടുത്തേച്ച പോയി. മനസ്സിലായോ? നടന്നു പോയപ്പോ അവരുടെ ഒരെണ്ണം കൊടുത്തേച്ച് പോയി. പണ്ടൊരിക്കലും ഒരു ഞങ്ങളുടെ നാട്ടിലെ ഒരു സംഭവം, ഒരാളെ അടിച്ചു, താഴെ വീണപ്പം അതൊരു വീട്ടിൽ നല്ല അടവറിയുന്ന ഒരാശാണ്. താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എനിക്ക് അവിടെ ബോധമില്ലാത്ത പോലെ കിടക്കുക. അപ്പൊ ഒരു കൊച്ചിനോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി ഒരു മുട്ട് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. മർമ്മത്തിൽ ഒരു മുട്ട് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. ആ കൊച്ചി ചെന്നിട്ട് അതേപോലെ ഒരു ഒറ്റ തട്ട് എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. അയാൾ എഴുന്നേറ്റ് പോയി. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അടം അറിയാവുന്നതിനറിയാം എന്ത് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് പൗലോസ് പോയപ്പോൾ ഒരെണ്ണം കൊടുത്തേച്ച പോയത്. ഒരെണ്ണം കൊടുത്തേച്ച പോയി. അതുകൊണ്ടാ പറഞ്ഞ പൗലോസിന് എനിക്ക് പരിചയമുണ്ട്, അവനോട് കളിക്കാൻ ഒക്കെയാണ്. പ്രാർത്ഥിക്കുന്നവരോട് പിശാചിന് കളിക്കാൻ ഒക്കുകയാണ്. അവൻ ആരാധിക്കുന്നവരോട് പിശാചിന് കളിക്കാൻ ഒക്കുകയാണ്. അവനോട് രോഗശക്തിക്ക് കളിക്കാൻ ഒക്കുകയാണ്. അവന്റെ മുമ്പിൽ രോഗങ്ങൾ അഴിഞ്ഞുമാറും, അവന്റെ ഭൂമിയിൽ ഭൂതങ്ങൾ വിട്ടുപോകും, അവന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കും, അവന്റെ മുമ്പിൽ
പരിചയമുണ്ട്. അടുത്തൊരു ദുരാത്മാവ് പറയാണ്, അമ്മ ഇവൻ അത്യുന്നതന്റെ രക്ഷാമാർഗം അറിയിക്കുന്നത്. ഒരു സംശയമില്ല. കൃത്യം ദൂതവിടെ പറഞ്ഞു, അമ്മ വെളിച്ചപ്പെടുത്തി ശ്രീമന്ത്രി പറയണം, ഇവൻ അത്യുന്നതന്റെ രക്ഷാമാർഗം അറിയിക്കുന്നവൻ. അകത്താരുണ്ടെന്ന്, അമ്മ നമ്മുടെ കൂടെ ആരുണ്ടെന്ന്, ഇത് സാക്ഷാൽ ദൈവവചനമായിട്ട് നടക്കുന്നവനെന്ന് അമ്മ ദേശം വിളിച്ചറിയിച്ച നിലവാരത്തിൽ അമ്മ പൗലോസ് അപ്പോസ്തലന്റെ മേൽ ആ വചനം സാക്ഷാലായി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത് ഈ വചനം സാക്ഷാലായി വെളിപ്പെടാൻ പോകുകയാണ്. അമ്മ നമ്മൾ പോകുന്ന വഴികളിൽ ഇത് സാക്ഷാലായി വെളിപ്പെടാൻ പോകുകയാണ്. അമ്മ ഏതൊക്കെ ദൂരാത്മാവിന്റെ മണ്ഡലങ്ങൾ അമ്മ ചിലരെ വീട്ടുമാറുന്നു, അമ്മ ചിലരെ വീട്ടുമാറുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അമ്മ നോക്ക് മക്കളെ, പിശാചിനെ പേടിയുണ്ടാകണം. ഞാൻ നല്ലതുപോലെ പറയുന്നു, പിശാചിനെ പേടിയുണ്ടാകണം. അമ്മ പൗലോസിനെ നോക്കി പറഞ്ഞതുപോലെ ഓരോ ദൈവ മക്കളെ നോക്കി പറയണം, അടുത്തു വരരുത്. അമ്മ പത്രോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, അമ്മ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടത് ഓർത്ത് ചുറ്റി നടക്കുക. അമ്മ ആ ചുറ്റി നടക്കുമ്പോ ദൈവ പൈതലിനെ കാണുമ്പോ പറയണം, ഇവനെ വിഴുങ്ങാൻ നോക്കുകയല്ല. അമ്മ പൗലോസിന്റെ അടുത്ത് പോയി പറയും, അയ്യോ അടുത്തോട്ട് പോകാൻ പറ്റുകയില്ല. ഞാനിങ്ങനെ പറയും, പൗലോസിന്റെ അടുക്കലേക്ക് വരുമ്പോ പറയും, ഇങ്ങനെ എത്തുമ്പോഴേ അയ്യോ പറ്റുകയില്ല, പോകാൻ പറ്റില്ല. തേജോമനായ ദൈവം കൂടെ, വചനം കൂടെ, വചനം കൂടെ. അമ്മ വചനം അവന്റെ അകത്ത്, വചനം അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അമ്മ വചനത്തിന്റെ ശക്തി അവിടുന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മ അതുപോലെ ഒരു ശക്തി വ്യാപരിക്കുന്നത് കൊണ്ട് അവന്റെ അടുക്കലേക്ക് പോകാൻ പറ്റുകയില്ല. അവന്റെ അടുക്കലേക്ക് പിശാചിന് വരാൻ പറ്റുകയില്ല. അവൻ പ്രാർത്ഥിക്കുന്നവരെ, ആത്മാവുള്ളവരെ, വചന സാക്ഷാലായുള്ളവന്റെ അടുക്കലേക്ക് പിശാചിന് തൊടാൻ പറ്റാത്തൊരു മണ്ഡലം ഇന്ന് പകൽ വെളിപ്പെട്ടു വരട്ടെ. ഒരു സാധനം വെച്ചിട്ട് നല്ലതുപോലെ തീയിട്ടിട്ട് പഴിപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിന് അടുത്തോട്ട് ആർക്കും പോകാൻ പറ്റില്ല. അടുത്തോട്ട് പോകുമ്പോഴേ അറിയാം, ചൂട് തട്ട് വിവരങ്ങൾ പിന്മാറും. കാരണം അവർക്ക് അറിയാം ഇത് തൊട്ടാ പൊള്ളുമെന്ന്. അമ്മ പറഞ്ഞില്ല ആരും. ഹല്ലേലൂയ. അമ്മ ഇതിനെ തൊട്ടാ പൊള്ളുമെന്നത് പിശാചിന് പൗലോസിനെ കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു. അമ്മ പൗലോസിനെ തൊടാൻ നോക്കുകയല്ല. ഹല്ലേലൂയ. പൗലോസിനെ തൊടാൻ നോക്കുകയല്ല. അമ്മ കാരണം ഇവന്റെ നേടലിനകത്ത് വരെ ശക്തി വ്യാപരിക്കുക. എന്തിനാണ് പറയുന്നത്, വസ്ത്രത്തെ പോലും തൊടാൻ പറ്റുകയെന്ന്. ഇന്ന് മകൻ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്തു, അവൻ ചരിതമേ ഇതുപോലെ അഭിഷേകം ഇതിനകം ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അവൻ ദുഷ്ടൻ പിന്മാറട്ടെ, യോർദാൻ പിന്മാറട്ടെ, യോർദാൻ പിന്മാറട്ടെ, ദുഷ്ടൻ പിന്മാറട്ടെ, രോഗികൾ പിന്മാറട്ടെ, അനന്തം വെളിപ്പെടട്ടെ, ദുഷ്ടൻ പിന്മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്. അമ്മ ചിലരുടെ ശരീരത്തിനകത്ത് അമ്മ വെയിറ്റ് കുറയുന്നത് പോലെ ചില അനുഭവങ്ങൾ വെളിപ്പെടുന്നെങ്കിൽ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം നടക്കുകയാണ്. ഇന്ന് പകരാ രോഗങ്ങൾ മാറുകയാണ്. സാക്ഷാൽ വചനമായി ഏറ്റെടുക്കാനുള്ള കാരണം എനിക്ക് ഇപ്പോൾ മനസ്സിലായി. പൗലോസിന്റെ വസ്ത്രത്തെ തൊട്ടാലും അതിനകത്ത് ദൈവശക്തി വ്യാപരിക്കുക. അവൻ ചുമ്മാതല്ല അവര് വചനമായി ഇത് ഏറ്റെടുത്തത്. അവന്റെ അകത്തുനിന്ന് വ്യാപരിച്ച ദൈവശക്തി ചെറുതായിരുന്നില്ല. അവന്റെ അകത്തുനിന്ന് വ്യാപരിച്ച ദൈവവചനം ചെറുതായിരുന്നില്ല. അവന്റെ അകത്തുനിന്ന് വ്യാപരിച്ച ദൈവവചനം ഏതോ നിർമ്മിത കഥകളായിരുന്നില്ല. ഇത് സാക്ഷാൽ ദൈവവചനമായി. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം ജയമായി വ്യാപരിക്കട്ടെ, ജയമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. മക്കളെ, നമ്മുടെ നടുവിലും ഇതുപോലെ സംഭവിക്കട്ടെ. ആമേൻ. ഓരോ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ അകത്തും ഇതുപോലെ സംഭവിക്കട്ടെ. ആമേൻ. ശത്രു അടുത്ത് വരുമ്പോ വിവരം അറിയട്ടെ.
ബൈബിൾ പറയുന്നു, തേളുകളെ പാമ്പുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, നിങ്ങൾക്ക് ഒരു ദോഷവും സംഭവിക്കത്തില്ല, ഒന്നും തിരിച്ചടിക്കുകയല്ലെന്ന്. അവൻ ഇവിടെ നിന്ന് പോകുന്ന ശക്തി അതിനെ തള്ളി മാറ്റുമെന്ന് അവൻ ഇന്ന് പകലെന്ന് തിരിച്ചറിയട്ടെ. യേശുവിന്റെ നാമത്തിൽ അവൻ ഒരു ദോഷവും സംഭവിക്കാതെ അവൻ തേളുകളെയും പാമ്പുകളെയും അവൻ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം. സഭയുടെ മേൽ വലിയൊരു കൈമാറ്റം നടക്കുന്നു. അവൻ വിശ്വസിക്കുന്നവരെ ഏറ്റെടുക്കുന്നു. സഭയുടെ മേൽ വലിയൊരു കൈമാറ്റം സംഭവിക്കുന്നു. അവൻ ചിലരുടെ ശരീരത്തിനകത്ത് കൈമാറ്റം സംഭവിക്കുന്നു. അവൻ യേശു ചിലരെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നുണ്ട്. രണ്ട്, ചില പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ നിറവ് അവൻ ചിലരുടെ മേലേക്ക് പകരുകയാണ്. അവൻ ദൈവം ഉപയോഗിക്കും, അവൻ ദൈവം എഴുന്നേൽപ്പിക്കും, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും, ദൈവം വിടുവിക്കും, ദൈവം ശക്തി പകരും, ദൈവം അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതത്തിന്റെ കലവറകൾ തുറക്കട്ടെ. എനിക്ക് ഒരു ദൈവ സാന്നിധ്യം ഇപ്പോൾ തിരിച്ചറിയുന്ന ഒരു ഭാഗം. ഞാനിങ്ങനെ ചിന്തിക്കല്ല, എന്റെ അനുഭവത്തെ അനുഭവപ്പെടുന്നു. വസ്ത്രത്തിന്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ യാഥാർത്ഥ്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായി. കാരണം യേശു നടന്നു പോയപ്പോൾ വസ്ത്രത്തിന്റെ വിളുമ്പിൽ നിന്ന്, തൊങ്ങലിൽ നിന്ന് ശക്തി പുറപ്പെട്ട് രോഗി സൗഖ്യമായി. അതായത് സാക്ഷാൽ ദൈവവചനം പോയപ്പോൾ, സാക്ഷാൽ ദൈവവചനം ഇറങ്ങിയപ്പോൾ ആ രോഗ സൗഖ്യമാകുന്ന നിലവാരത്തിൽ ശക്തി വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് പുറപ്പെട്ടു. ഇതേ അനുഭവം പൗലോസ് അപ്പോസ്തലന്റെ ശരീരത്തിൽ നിന്ന് വെളിപ്പെട്ടു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവന്റെ ഉത്തരീയ റൂമാലും ആരുടെ മേലൊക്കെ വീണോ, ആരുടെ മേലൊക്കെ തട്ടിയോ, അവന്റെ നിഴൽ ആരുടെ മേലൊക്കെ വീണോ, അവിടെയൊക്കെ ഭാഗത്ത് വെളിപ്പെട്ടെങ്കിൽ ഈ സാക്ഷാൽ വചനം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെട്ടു. ഈ സാക്ഷാൽ വചനം പൗലോസ് അപ്പോസ്തലൻ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇത് സാക്ഷാൽ മാറുകയാണ്. അതുപോലത്തെ ആത്മമണ്ഡലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ, അതുപോലത്തെ ആത്മമണ്ഡലം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. വാർദ്ധക്യത്തിലുള്ളവർ ചിന്തിച്ചോണം, രോഗമുള്ളവർ പ്രാർത്ഥിച്ചോണം, ആത്മാവിനെ ഇരട്ടിയായി വേണ്ടവർ പ്രാർത്ഥിച്ചോണം. ഇന്ന് അതിനകത്ത് അസാധാരണമായ ഒരു കൈമാറ്റം നടക്കുന്നു. വീട്ടിനകത്തേക്ക് ചില കൈമാറ്റങ്ങളുമായി പോകാവൂ. സാക്ഷാൽ വചനമായി പോകാവൂ. നിന്റെ വീട്ടിൽ സംഭവിക്കേണ്ട ദൈവശക്തി അത് മാറുന്നു. അതുകൊണ്ട് ഞങ്ങള് ബഹു നിശ്ചയമുണ്ടായിരുന്നു. ഒന്ന്, രണ്ട്, ഹല്ലേലൂയ, ഇത് സാക്ഷാൽ എന്ന് വിശ്വസിച്ചു. മൂന്ന്, ശക്തി ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുനിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് പകലും ഇതിനകത്ത് നമ്മുടെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ഇതുപോലെ ശക്തി വ്യാപരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാവരുടെ പേര് ശക്തി വ്യാപരിക്കുകയാണെങ്കിൽ മക്കളെ 5 വിറക് കൂട്ടിയിട്ട് കത്തിക്കുന്നതും ഒറ്റയ്ക്ക് കത്തുന്നതും വ്യത്യാസമുണ്ട്. 5 എണ്ണം കൂട്ടിയിട്ട് കത്തിച്ചാൽ അത് ആളി കത്തും. അതിനകത്ത് സർപ്പങ്ങൾ എഴുന്നേറ്റാലും അണലി കയറിയാലും അതിനകത്ത് ചത്തു വീഴും. കാരണം കത്തുന്ന തീക്ക് പവറുണ്ട്. ഇതിനകത്തും അതുപോലെ ചിലത് സംഭവിക്കുകയാണ്. ഇന്ന് പകലിൽ ഇതിനകത്ത് ആത്മമണ്ഡലം തുറന്നിരിക്കുന്നു. സ്വർഗം തുറക്കുന്നു, ദൈവശബ്ദം ഇറങ്ങി വരുന്നു, ദൈവമഹത്വം ഇറങ്ങി വരുന്നു. ഇതിനകത്ത് സ്വർഗം തുറന്നപ്പോൾ ശബ്ദം കേട്ടതുപോലെ, യോഹന്നാൻ കേട്ടതുപോലെ, യോഹന്നാൻ കണ്ടതുപോലെ ചില വെളിപ്പാടുകൾ ചിലരിലേക്ക് തുറന്നു വിടുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. യോഹന്നാൻ പറഞ്ഞു, ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു. അവിടെ ദൈവശക്തി ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ, കർത്താവേ സ്തുതിക്കുന്നു. സ്തോത്രം. താങ്ക് യു പപ്പാ. ഹല്ലേലൂയ. അതുകൊണ്ട് സാക്ഷാലായി ദൈവവചനം യാഥാർത്ഥ്യമായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പകരട്ടെ. ഈ വചനം ഒരിക്കൽ കൂടി കുറിവാക്കി ഒന്ന് വായിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. സ്തോത്രം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഇത് തന്നെയായിരിക്കണം. ഞങ്ങളുടെ സുവിശേഷം, ഈ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ വചനം നമ്മുടെ അകത്ത് വചനമായിട്ട് മാത്രമല്ല. ഈ വചനം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വചനമാക്കി മാറ്റാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വേദനിപ്പിക്കാൻ ഉപയോഗിക്കാം, ഒരാളെ സ്നേഹിക്കാൻ ഉപയോഗിക്കാം,
തലോടാൻ ഉപയോഗിക്കാം ഈ വചനം. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അമ്മേൻ ഒരിക്കൽ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് ഈ വചനം എടുത്തായിരുന്നു ഫൈറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മയുദ്ധം. അപ്പൊ ഞാൻ അതിൻ്റെ അകത്തൊരു ഗ്രൂപ്പിൽ അടുത്തൊരു വചനം വിട്ടു. ഞാൻ മോശക്കാരനല്ല, അതുകൊണ്ട് അടുത്തൊരു വചനം ഞാൻ വിട്ടു. അമ്മ നിങ്ങൾ ശണ്ടയും കലകം എവിടെ എന്നും ചോദിച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു വചനം, അതോടെ ആ ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്ത അതിന്റെ അഡ്മിൻ. അല്ലെങ്കിൽ അമ്മ പറഞ്ഞില്ലല്ലാരും. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ വചനം ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്കൊരാളോട് ദേഷ്യം തോന്നാൽ അവരെ എതിർക്കുന്ന വചനം നമുക്ക് എടുക്കാം. ഒരാളുടെ അനുകമ്പ തോന്നിയാൽ അതിനു വേണ്ടിയ വചനം നമുക്ക് എടുക്കാം. ശത്രുത തോന്നിയാൽ, സ്നേഹം തോന്നിയാൽ സ്നേഹത്തിന്റെ വചനം നമുക്ക് എടുക്കാം. ഇങ്ങനെ ആകരുത്. ഇത് സാക്ഷാൽ ദൈവവചനമാണ്. ഇത് പ്രാർത്ഥിച്ച് നിർത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് നമുക്ക് എടുക്കേണ്ട ഞാൻ ഇനിയൊരു കാര്യം കൂടെ പറയാം. നമ്മുടെ സാധാരണ നിലത്തിൽ സംഭവിക്കാറുണ്ട്. ഞാൻ നല്ല കഷ്ടതയിലാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വചനം മൊത്തം കഷ്ടതയായിരിക്കും. ഞാൻ ഇഷ്ടപ്പെടുന്നതും അതായിരിക്കും പലപ്പോഴും. പക്ഷെ ഞാൻ നല്ല സമൃദ്ധിയിലാണെങ്കിൽ സന്തോഷമുള്ള വചനമൊക്കെ എനിക്ക് ഭയങ്കര അനുഗ്രഹം. പക്ഷെ അങ്ങനെ ആകരുത്. എന്റെ ദൈവവചനം സാക്ഷാല ഏത് സമയത്തും തകർന്നു കിടക്കുമ്പോൾ ദൈവവചനം പറയുന്നതിനെ പണിയുമെന്നാണെങ്കിൽ അത് തന്നെയായിരിക്കണം എന്റെ വചനം. ആ സമയത്ത് ദൈവം എന്നെ തകർക്കും എന്നുള്ളൊരു വചനം എടുത്തോണ്ട് നടക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ശത്രുക്കൾ ഞാൻ തകർന്നു കിടക്കുകയാണ്, ശത്രുക്കൾ എനിക്കെതിരെ എഴുതുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം, ശത്രുക്കൾ എന്റെ തലമേൽ കൂടെ ഓടുമാറാക്കുന്നു. ആ വചനം എടുത്തോണ്ട് നടക്കരുത്. ആ സമയത്തും യേശു എന്നെ രക്ഷിക്കുന്നു. യേശു ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ഈ വചനം എടുത്തോണ്ട് നടക്കണം. അമ്മ ഇത് സാക്ഷാലായി എന്റെ അകത്ത് വെളിപ്പെടണം. അമ്മ ദൈവ വചനമായി തന്നെ എന്റെ അകത്ത് മാറണം. അങ്ങനെ മാറിയിട്ട് അത് തന്നെ വിശ്വസിക്കും. എന്നിട്ട് പറയണം, ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല. ഇതാരോ ഒരു എഴുത്തുകാരൻ എഴുതിയതായിട്ട് നമ്മൾ കാണരുത്. ചരിത്രം പഠിക്കുന്നത് പോലെ ഈ വചനത്തെ പഠിക്കരുത്. ചരിത്രം കേൾക്കുന്നത് പോലെ ഈ വചനത്തെ കേൾക്കരുത്. ഇത് സാക്ഷാൽ ദൈവവചനമാണ്. അമ്മേ. ചരിത്രം നമുക്ക് ആർക്കും അറിയാത്ത, എല്ലാവർക്കും അറിയാം. പഠിപ്പിക്കാൻ ആർക്കും അറിയാം. ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാം പഠിപ്പിക്കാൻ, ഇല്ലേ? അല്ലെ? എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വചനത്തെ വെറുത്ത് വിറയ്ക്കണം. നമ്മുടെ അകത്തൊരു തീയായത്. അമ്മൻ. ഈ വചനം ദൈവശക്തിയാണ്. ഈ വചനം, ഈ വചനം രോഗസൗഖ്യമാണ്. ഈ വചനം, ഈ വചനം ജീവനാണ്. ഈ വചനം അല്ലെങ്കിൽ ഇതുപോലെ എന്റെ അകത്ത്, ഇതുപോലെ എന്റെ അകത്ത്. പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് ഞാൻ ക്രൂശിന് നിന്ദനായിരുന്നു, ക്രൂശിനെതിരായിരുന്നു. അന്ന് എനിക്ക് അറിവുണ്ടായിരുന്നു, ന്യായപ്രമാണം ഉണ്ടായിരുന്നു. പക്ഷെ സാക്ഷാൽ വചനം എന്റെ കയ്യിലായിരുന്നു. പക്ഷെ ഞാനത് വിശ്വസിച്ചപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ എന്റെ ഉപനിധി അറിയുന്നു. ആമേൻ. ഹല്ലേലൂയ. അത് വിശ്വസിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, ഇനി ഞാൻ ആരെയും അമ്മേ ന്യായപ്രമാണമുണ്ട്, ഈ വചനമുണ്ട്. മനസ്സിലായില്ല? അമ്മ രണ്ടും ഇതിനകത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞേ. പക്ഷെ ഇതുകൊണ്ട് ഞാൻ എതിർക്കാൻ പോകത്തില്ല. ഈ വചനം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ വചനം വായിച്ച് പ്രസംഗിക്കുമ്പോൾ, ഇത് സാക്ഷാൽ ദൈവവചനമാണ്. എന്റെ അകത്ത് ഞാൻ വിശ്വസിക്കുന്നു. മക്കളെ, ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർപ്പിക്കണം, ഈ വചനം സാക്ഷാൽ ദൈവവചനമാണ്. മറ്റൊന്നും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലേലും ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. അവൻ നമ്മളെ രക്ഷിക്കുന്ന വചനമായി, നമ്മുടെ ഹൃദയത്തിന്റെ ഉൾനട്ട ദൈവവചനമായി. അമ്മ മറ്റു സ്ഥലത്ത് ഇരമ്യാ പ്രവാചകൻ പറയുന്നു, പാറയെ തകർക്കുന്ന ചുറ്റികയായി ഈ വചനം തീ പോലെ, അമ്മ ഇതുപോലെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരണം. അമ്മ ആവർത്തന പുസ്തകം പറയുന്നു, ഇത് വചനം മഞ്ഞു പോലെ, മാരി പോലെ, അമ്മ സസ്യത്തിൻ മുൽ പൂവൻ മാമൻ പൂട്ടിമഴ പോലെ ഇറങ്ങി വരും. അമ്മൻ അമ്മൻ ഇതുപോലെ ഇറങ്ങി വരട്ടെ. ഇതുപോലെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾക്കകത്ത് ഒരിക്കൽ കൂടെ ഞാൻ ഇത് പറയുന്നു, യേശു നിങ്ങളുടെ അടുക്കലാണ്. സഭയുടെ നടുവിൽ യേശു ഉലാവുന്നത് യോഹന്നാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും കാണുന്നു, യേശു കർത്താവ് നമ്മുടെ അടുക്കലാണ്. അമ്മ നമ്മുടെ ആവശ്യങ്ങളൊന്ന് യേശുവിനോട് പറഞ്ഞേ, അപ്പ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. അങ്ങയുടെ വചനത്തിൽ എഴുതി വിടുതൽ ഞങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ അങ്ങയുടെ അസാധാരണമായി ദൈവ സാന്നിധ്യം എന്റെ മേലേക്ക് പകരണം. ഞങ്ങളുടെ തലമുറകളിലേക്ക് അത് പകരണം. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അത് പകരണം. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അത് പകരണം. അവരെ ശത്രുത്തോടരുത്. അമ്മൻ അവരെ രോഗം പിടിച്ച് അമ്മ തകർക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ വീട്ടിനകത്ത് യേശു വേണം. നമ്മുടെ വീട്ടിനകത്ത് യേശു വേണം. അമ്മ നമ്മുടെ കൂടെ യേശു വേണം. 2-3 പേർ ഇവിടെ കൂടിയാൽ എന്റെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് യേശു പറഞ്ഞേ. ആ യേശു നമ്മുടെ നടുവിൽ വേണം. ആ യേശു ചിലതിനെ പണിയും. ആ യേശു ചിലതിനെ മേൽ അത്ഭുതങ്ങൾ ചെയ്യും. ആ യേശു പണിതതിൽ ഒരാളുടെ ഭാഗം മാത്രം, കുറച്ച് ഭാഗം മാത്രം ഞാൻ പറഞ്ഞേ. ആ യേശു പണിത ഒരു മനുഷ്യനാണ് പൗലോസ്. ആ പൗലോസിന്റെ മേൽ വ്യാപരിച്ചൊരു ദൈവശക്തി, അത് നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്.